തആല വബറകാതുഹു. ചെറിയ മക്കൾ ഉള്ള കുഞ്ഞ സഹോദരിമാർ മഞ്ഞ് പെയ്യുന്ന രാത്രിയായതുകൊണ്ട് ആ കുട്ടികളുടെ തല നിർബന്ധമായും മറച്ചു കൊടുക്കണമെന്ന് മുഴുവൻ സഹോദരിമാരോടും. നിങ്ങളെ തല മറച്ചില്ലെങ്കിൽ സാരമില്ല, ചെറിയ മക്കളുടെ തല മറച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല ഈ മുബാറക്കായ മജ്ലിസിലെ ഇരുത്തം കൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും അല്ലാഹു തആല തരാതിരിക്കട്ടെ. ഇരുത്തം കൊണ്ടും ഇവിടെ വന്നു കൂടിയ സയ്യിദ് ഗാലിബ് മഷ്ഹൂർ തങ്ങൾ ചെറിയ പ്രായം മുതൽ ഒരുപാട് കറാമത്ത് കാണിച്ച മഹാനാണ് എന്ന് എന്നോട് ബഹുമാന്യരായ അസ്ലം മഷ്ഹൂർ തങ്ങൾ പറയാറുണ്ട്. ഗാലിബ് മഷ്ഹൂർ ഈ പ്രസംഗിച്ച തങ്ങളവറുകൾ കുട്ടിപ്രായത്തിലെ ഒരുപാട് കറാമത്ത് കാട്ടിയ മഹാനാണ് എന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പൈതൃകത്തിലും പാരമ്പര്യത്തിലും പിറന്ന അവിടുത്തെ അരമക്കിടാങ്ങളായ മഷ്ഹൂരി തറവാട്ടിലെ മഹാരഥന്മാരായ സയ്യിദന്മാർ, അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ടും അവരെ അജദാദീങ്ങളെ ബറക്കത്ത് കൊണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാന്മാരെ ബറക്കത്ത് കൊണ്ടും ഈ മഹല്ലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നമ്മുടെ ശരീരങ്ങളിലെ നമ്മുടെ ശരീരങ്ങളിലെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെ ശരീരങ്ങളിലെ എല്ലാ അസുഖങ്ങളെയും അല്ലാഹു ശിഫയാക്കി തരട്ടെ. എന്തൊക്കെ മാനസിക, ശാരീരിക, സാമ്പത്തിക, സാമൂഹിക, കുടുംബ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണോ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും, ആ പ്രയാസങ്ങളെയെല്ലാം അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. ജീവിക്കുന്ന കാലം മുഴുവനും ആരോഗ്യത്തോടെ, മനസ്സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്കുള്ള ശുക്രോടെ, ത്വഅത്തിനുള്ള തൗഫീഖോടെ ദീർഘകാലം ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി പൂർണ്ണ ഈമാനോടെ വുളൂഓടെ മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാന്യരായ അസ്ലം തങ്ങളവറുകളും ഗാലിബ് മഷ്ഹൂർ തങ്ങളവറുകളും പോവുകയാണ്. 2 ഉത്തര കേരളത്തിലെ നമുക്കേറെ ആവശ്യമായ സയ്യിദന്മാരാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് 2 സയ്യിദന്മാർക്കും ആ കുടുംബത്തിലെ എല്ലാ മഹാന്മാരായ സയ്യിദന്മാർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ, നീക്കി കൊടുക്കട്ടെ എന്ന ദുആവോടുകൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും വന്നിട്ടിരിക്കുക. ഇരിക്കുന്ന കസേരയിൽ നിന്നൊന്ന് മാറി മുമ്പോട്ട് വന്നിരുന്നൂടെ? ആ ഇരിക്കുന്ന ആളൊക്കെ ഒന്ന് മാറിയിരുന്നേ. കുറേ നേരം ഇങ്ങനെ അമർന്നിരുന്ന ആള് കുറച്ച് മുമ്പോട്ട് കയറിയിരിക്കും, ഒരു സമാധാനം കിട്ടാൻ വേണ്ടി. കാലടി ശാഖ SKSSFന്റെ 13ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണ സദസ്സിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മനുഷ്യനെ നന്മയുടെ വഴിത്താരയിലൂടെ നടത്താൻ ഭൂമിയിൽ വന്നണഞ്ഞ മഹാരഥന്മാരായ തർബിയത്തിന്റെ മശായിഖന്മാർ, ശരിക്ക് എന്നെ കേൾക്കണേ, മനുഷ്യന് ആത്മീയമായ പരിരക്ഷണവും സംരക്ഷണവും നൽകുന്ന അള്ളാഹുവിന്റെ ആധ്യാത്മജ്ഞാനികളായ ഗുരുഭൂതന്മാർ ഘട്ടം ഘട്ടമായി നാമാവശേഷമായി കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ സംഘടന കേരളത്തിൽ സജീവമാകുന്നത്. ഒരു ഭാഗത്ത് ബിദ്അത്തിന്റെ ആശയങ്ങളുമായി കൊച്ചു സംഘങ്ങൾ, ഐക്യ സംഘങ്ങളെ പോലെ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയപ്പോ ഒപ്പം ഖാദിരിയ, ശരിക്ക് കേൾക്കണേ, ഖാദിരിയ, റിഫാഇയ്യ, നഖ്ശബന്ദിയ, സുഹറവർദിയ, ഷാദുലിയ, ജിസ്തിയ തുടങ്ങിയുള്ള ത്വരീഖത്തിന്റെ വഴികളിൽ സാധാരണക്കാരായ ആളുകൾക്ക് ആത്മീയമായ ദിശാബോധം നൽകിയിരുന്ന മഹാരഥന്മാരായ മശായിഖന്മാർ നമ്മിൽ നിന്നും നാമാവശേഷമാകാൻ തുടങ്ങിയപ്പോ മനുഷ്യന് ആദർശപരമായ അങ്ങനെ ജീവിക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരു ത്വരീഖത്തിന്റെ ശൈഖ് നമുക്കറിയാം, അബ്ദുൽ ഖാദിർ നഖ്ശബന്ദി, കുഞ്ഞഹമ്മദ് മഹാനുഭാവൻ കാട്ടിത്തന്ന ആ പരിശുദ്ധമായ വഴി ഇന്നും ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിൽ നിലനിന്നു വരികയാണ്. നമ്മൾ 100% ഷെയ്ഖിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മെ ആ ഷെയ്ഖ് നിയന്ത്രിക്കുക. ഇൻഷാ അല്ലാഹ് നാം സംഘടനയെ കൂടെ നിൽക്കുക. നമ്മുടെ ആലിമീങ്ങളെ കുറിച്ച് നിരന്തരം നാം കേൾക്കുക, നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളെ അറിയുക, അവരെ കുറിച്ചുള്ള ചരിത്ര പുസ്തകങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുക. എപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞകാല ആലിമീങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും അവരെ കുറിച്ചുള്ള ആലോചനകളുമായി
അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോകാൻ തയ്യാറായാൽ, എൻ്റെ SKSSF-ന്റെയും അതിൻ്റെ മേലെയുള്ളവരുമായ എല്ലാ പ്രവർത്തകരോടും ഇവിടെ കൂടിയ മുഴുവൻ ആബാലവൃദ്ധ മോമിനിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുന്നു, നമുക്കൊരാത്മീയമായ മോക്ഷം ഇൻഷാ അല്ലാഹ് സാധ്യമാകും. ഈ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് മരണനേരം വരെ അള്ളാഹുവിന്റെ റിളയിലാവുക. മരണം അള്ളാഹുവിന്റെ റിളയിലാവുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകത്തൊരു മനുഷ്യൻ തേടേണ്ടതും നേടേണ്ടതും അതാണ്. കുറെ പണം നേടിയിട്ട് എന്തുണ്ടായി നമുക്കറിയില്ലേ? 500-ന്റെയും 1000-ന്റെയും നോട്ട് കെട്ടുകൾ കട്ടിലിന്റെ അടിയിൽ അട്ടിയായിട്ടിട്ട് അതിന്റെ മേലെ കിടക്കയിട്ട് കിടന്നുറങ്ങിയിരുന്ന പണക്കാരെ എനിക്കറിയാം. മക്കൾ വന്നിട്ട് അങ്ങനെയുള്ള ഉപ്പമാരെ കുറിച്ച് എന്നോട് പറയാറുണ്ട്. അട്ടിയായി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ കട്ടിലിന്റെ മേലെയിട്ട് അതിന്റെ മേലെ കിടക്കയിട്ട് കിടന്നുറങ്ങിയിരുന്ന പണക്കാർ എവിടെയായി ആ പണം? ഒരു ബാങ്കുകാരന്റെയും മുന്നിൽ കൊണ്ടുപോയിട്ട് വെളുപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന പണക്കെട്ടുകൾ കൊണ്ടുപോയി വൈറ്റുമണിയാക്കാൻ കഷ്ടപ്പെടുന്ന പണക്കാരെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് കേൾക്കല്ലേ? ദുനിയാവുണ്ടാക്കി വെച്ചിട്ട് എന്ത് നേടാനാണ്? ദുനിയാവ് നീങ്ങിപ്പോകുന്ന തണലാണ്. ആ ഭൗതിക ജീവിതം ഭംഗിയാക്കുവാനും ഭൗതിക ജീവിതം മനോഹരമാക്കുവാനും ഭൗതിക ജീവിതത്തിന്റെ അതിന്റെ അലകും പിടിയുമൊക്കെ ഭദ്രമാക്കുവാനുമുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ മുസ്ലിമേ നമ്മൾ ഏർപ്പെട്ടാൽ ഇല്ല ദുനിയാവ് നമുക്കൊന്നും തരില്ല, കിട്ടൂല. എത്ര ഉണ്ടാക്കിയാലും നമ്മിൽ നിന്ന് ദുനിയാവ് നീങ്ങിപ്പോകും. ദുനിയാവ് നീങ്ങിപ്പോകുന്ന തണലാണ്. ദീർഘമായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും. തഅകുലൂന മിമ്മാ തജ്മഊൻ വതബ്നൂന മാ ലാ തസ്കുനൂൻ. തബ്നൂന മാ ലാ തസ്കുനൂൻ. നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന വീട്, നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന വീട്, നിങ്ങൾ താമസിക്കാത്ത വീടാണ്. നമ്മൾ സുന്ദരമായൊരു വീടുണ്ടാക്കും. ആ വീട്ടിന്റെ ഉള്ളിൽ കാലങ്ങളോളം താമസിക്കുവാൻ മനുഷ്യന് കഴിയില്ല. ആർക്കാ കഴിയാ? ഒരു 40-45 വയസ്സാകുമ്പോഴാണ് ഒരു വീട് നിർമ്മിക്കുക. ഏറിപ്പോയാൽ പിന്നെ ഒരു 20-25 കൊല്ലമോ നാം ആ വീട്ടിൽ താമസിക്കുക. ജീവിതത്തിന്റെ നല്ല കാലം നമുക്ക് ആ വീട്ടിൽ താമസിക്കുവാൻ കഴിഞ്ഞില്ല. തബ്നൂന മാ ലാ തസ്കുനൂൻ. നിങ്ങൾ താമസിക്കാത്ത വീടാണ് നിങ്ങൾ നിർമ്മിക്കുന്നത്, പോരാ. വതഅകുലൂന മാ ലാ തജ്മഊൻ. നിങ്ങൾ ഒരുമിച്ച് കൂട്ടാത്ത നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിൽ നിന്ന് വളരെ കുറഞ്ഞ ഭക്ഷണമാ നിങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. മുഴുവനായി നമുക്ക് തിന്നാൻ കഴിയില്ല. മുസ്ലിമേ, ഒന്ന് ആലോചിച്ചു നോക്കുക. ദുനിയാവെന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്നൊരു തണലാണെങ്കിൽ ഇതിന്റെ പിന്നാലെ ഓടുന്നവർക്ക് ലോകം മരിക്കുന്ന നേരം വരെ ഒരു സമാധാനവും കിട്ടില്ല, ഒന്നും നേടിക്കൊണ്ടുപോകാനും കഴിയില്ല. അതേസമയം ആഖിറത്തിന്റെ വഴിയിലേക്ക് നമ്മളങ്ങ് മാറി നടന്നാൽ ഈ ഊശരമായ വർത്തമാനകാലം ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും ഫിത്നകളുള്ള പരീക്ഷണങ്ങളുള്ള വർത്തമാനകാലം നാം ആത്മീയതയിലേക്ക് മടങ്ങിയാൽ, ജീവിതത്തിന്റെ മുതൽ തെറ്റു വരെ അള്ളാന്റെ കൂടെയായാൽ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും അനിശ്ചിത നേതാവായിരുന്ന CH ഹൈദ്രോസ് മുസ്ലിയാരെ പോലെ, കാസർഗോട്ട് കാദി TKM ബാബ മുസ്ലിയാരെ പോലെ, ബഹുമാന്യരായ KT മാന മുസ്ലിയാരെ പോലെ ഉള്ള സമയം മുഴുവനും അള്ളാഹുവിന്റെ ഓർമ്മയിൽ മുഴുകി നമ്മൾ അങ്ങ് മുമ്പോട്ട് പോയാൽ അവൻ അല്ലാഹു നൽകുന്നത് ഹയാത്തുൻ ത്വയ്യിബയാണ്, നല്ല ജീവിതം. ഇവിടെയും അവന് പരീക്ഷണങ്ങളില്ല, വരാനുള്ള ലോകത്തും അവന് വിഷയങ്ങളില്ല, അവന് പ്രയാസങ്ങളില്ല, അവന് പ്രതിസന്ധികളില്ല. ഇപ്പൊ തന്നെ നോക്കൂ, ഇപ്പൊ ശരീഅത്ത് വിവാദത്തിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് സമൂഹം നീങ്ങാൻ. നാടിന്റെ നാനാഭാഗങ്ങളിൽ ശരീഅത്ത് ചർച്ചകളും സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും നടന്നു കൊടുക്കാൻ.
ആലോചിച്ചു, എന്താ ഇങ്ങനെ ഒരു പ്രയാസം വരാൻ കാരണം? ഒരു വെല്ലുവിളി വന്ന് മുമ്പിൽ നിൽക്കാൻ കാരണം എന്താണ്? ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ആലോചനയിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾ എത്തിച്ചേരാൻ കാരണം എന്താണ്? ഒന്ന് ശാന്തമായി ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിമീങ്ങളാ ഇസ്ലാമികമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് അകലാൻ തുടങ്ങി. ഇദാ റളിയല്ലാഹു അൻ ഖൗമിൻ, അല്ലാഹു തആല ഒരു ഖൗമിനെ സ്നേഹിച്ചാൽ, അല്ലാഹു ഒരു സമൂഹത്തെ പൊരുത്തപ്പെട്ടാൽ, വല്ലാംറഹും ഖിയാറഹും, അവരെ ഭരണത്തെ അവരിലെ നല്ല മനുഷ്യന്മാരെ കയ്യിലേൽപ്പിക്കുന്നതാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. നമ്മൾ നന്നായാൽ, ജനങ്ങൾ മുഴുവനും നന്നായാൽ ഭരണാധികാരികൾ നന്നാകും. അല്ലാഹു ഒരു ഖൗമിനെ വെറുത്താൽ, അവരെ ഭരണത്തെ അവരിലെ ധിക്കാരികളെ തമ്മാടികളെ കയ്യിലേൽപ്പിക്കുന്നതാണ്. ജനങ്ങൾ നന്നായാൽ ഭരണാധികാരി നന്നാകും. ജനങ്ങൾ മോശമാകുമ്പോഴാണ് ഭരണാധികാരികൾ മോശമാവുക. മുസ്ലിമീങ്ങളെ, നമ്മൾ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നകന്നോ, നമുക്ക് ഇസ്ലാമേ വേണ്ടാതായി, ശരീഅത്തിന്റെ നിയമങ്ങളെ നമ്മൾ തന്നെ ധിക്കരിക്കുന്ന അവസ്ഥാവിശേഷം വന്നോ. ശരീഅത്തിനെതിരെയുള്ള വാളോങ്ങലും വന്നു. ഇപ്പൊ ഏക സിവിൽ കോഡ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോവാൻ, ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ബിദ്അത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവ്, സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ ഒരു മുഖാമുഖം, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ വന്നു ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രസിദ്ധീകരണത്തിൽ. അദ്ദേഹം പത്രക്കാര് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു, ഏക സിവിൽ കോഡ് ആയിക്കൂടെ? ഇയാൾ പറഞ്ഞു, ഏക സിവിൽ കോഡ് ആകാം, ശരീഅത്തിന്റെ ചില നിയമങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയെഴുതേണ്ടതുണ്ട്. ആദ്യമായി കഴിഞ്ഞ 6-7 മാസങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ഇഷ്യൂ, ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ളൊരു ചിന്ത ഇവിടുത്തെ മതേതര സമൂഹത്തിന്റെ മുമ്പിലിട്ടു തന്നതാരാണ്? ഇവിടെയുള്ള ഒരു മുസ്ലിം നേതാവാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് തന്നെ ദീനിനോടുള്ള നിയമങ്ങൾ, അല്ലെ, ദീനിയായ നിയമങ്ങളോട് നമുക്കുള്ള പ്രതിബദ്ധതയും താല്പര്യവും കുറഞ്ഞു വരികയാണ്. ഒന്നിപ്പോ നോക്കിയട്ടെ, ഒരു മയ്യിൽ ടൗണിലോ അല്ലെങ്കിൽ കമ്പിൽ ടൗണിലോ നിൽക്കുമ്പോ കാലടിയിലെ ഒരു സുഹൃത്ത് കാലടിയിലെ വേറെയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അസ്സലാമു അലൈക്കും, ഒന്ന് ഉറക്ക സലാം ചൊല്ലി. കോമൺ സെൻസ് ഇല്ലാത്ത ഓൻ ആളുടെ നിന്ന് മെല്ലെ പറഞ്ഞ പോരെ, ഓൻ ഇതിനെ ഉറക്ക സലാം ചൊല്ലിയേ. ഇങ്ങനെ ചിന്തിക്കുന്ന ആളില്ലേ നമ്മുടെ ഇടയിലില്ലേ? ഒന്ന് ഉറക്ക എവിടെന്നെങ്കിലും സലാം ചൊല്ലിപ്പോയാല് ഒന്ന് മെല്ലെ ചൊല്ലിയ പോരെ. മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചൊന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ, ഇതര മതസ്ഥരുടെ ഇടയിൽ വെച്ചിട്ടൊന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ, ഇതര മതസ്ഥരുടെ ഇടയിൽ വെച്ചിട്ടൊന്ന് മാഷാ അല്ലാഹ് പറഞ്ഞാൽ കേൾക്കുമ്പോൾ വെറുപ്പ് തോന്നുന്ന ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? ജനങ്ങളെ ഇടയിൽ വെച്ച് ഭക്ഷണം കഴിച്ച് കൈയുമ്പുന്ന നേരത്ത് ആള് കണ്ടാൽ ഇത് മോശമല്ലേ എന്ന് ചിന്തിക്കുന്ന സ്വഭാവക്കാര് നമ്മുടെ ഇടയിലില്ലേ? സലാം ചൊല്ലാൻ മടി, ഭക്ഷണം കഴിച്ച് കൈയുമ്പാൻ മടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെയും അർഹമുർ റഹീമീനായ അല്ലാഹുവിന്റെ നിയമങ്ങളെയും മാറ്റങ്ങളെയും അവഗണിക്കുന്ന സ്വഭാവം മനസ്സിലില്ലേ? ഇപ്പോഴും ദീനിനോടൊരു പൂർണ്ണമായ കൂറും പ്രതിബദ്ധതയും വിധേയത്വവും മനസ്സിലില്ലാത്ത മാനസികാവസ്ഥ എവിടെയാ ശരീഅത്തിനെ കടന്നാക്രമിക്കാതിരിക്കുക? ആലോചിച്ചു നോക്കൂ. സിഖുകാരെന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട് ഇന്ത്യയിൽ. ഗുരുനാനാക്കിന്റെ അനുയായികളാണ്. അവർക്കുള്ള ചെറിയ നിയമങ്ങളായാലും വലിയ നിയമങ്ങളായാലും ഒരു നിയമത്തെ പോലും അവരാരും ധിക്കരിക്കാറില്ല. താടി രോമങ്ങൾ ഡൈ ചെയ്യാൻ അവർക്ക് പാടില്ല. ചെറിയ പ്രായത്തിൽ നരച്ചു പോയാലും അവരാരും ഡൈ ചെയ്യാറില്ല. താടി മുറിച്ചു മാറ്റാൻ പാടില്ല, അത് കട്ട് ചെയ്യാൻ പാടില്ല. ഉള്ള താടി മുഴുവനും മുട്ടയുടെ വെള്ള തേച്ച് ഉരുട്ടി വെക്കാറാണ് അവരുടെ പതിവ്. അവരാരും താടി കട്ട് ചെയ്യാറില്ല. തലയിലുള്ള മുടി അവർ മുറിച്ചു നീക്കാറില്ല. കുടുംബ കെട്ടുകയാണ് അവർ ചെയ്യുക. മാത്രമല്ല പട്ടാളത്തിലായാലും പോലീസിലായാലും ഏറ്റവും അധികം ഈ നമ്മുടെ നിയമപാലകന്മാരുടെ ഇടയിൽ ഇന്ത്യയിൽ കൂടുതലുള്ള മതവിഭാഗം അവരല്ലേ. പട്ടാളത്തിൽ അവരെ കാണാം, CRPF അവരെ കാണാം, പോലീസുകാരിൽ അവരെ കാണാം, CBI ഉദ്യോഗസ്ഥന്മാരിൽ പോലും അവരെ കാണാം. ഏത് തസ്തികയിൽ ജോലി ചെയ്യുന്നവരായാലും തലയിൽ അവർക്ക് അവരുടേതായ തൊപ്പി പാടില്ല. DGPയുടെ തൊപ്പി, ADGPയുടെ തൊപ്പി, IG യുടെ തൊപ്പി, DIGയുടെ തൊപ്പി, SP യുടെ തൊപ്പി.
ASPയുടെ തൊപ്പി, DYSPയുടെ തൊപ്പി, CEയുടെ തൊപ്പി, അതേപോലെ SIയുടെ തൊപ്പി. ഓരോരുത്തരുടെയും തൊപ്പിയിൽ കാണുന്ന റിബണുകളില്ലേ, തൊപ്പിയും റിബണും ഒന്നും അവർക്കില്ല. ആ സ്ഥാനത്ത് തലപ്പാവിന്റെ മേലെയാണ് ആ റിബണ് കെട്ടുക. ആലോചിച്ചു നോക്കുക. മതപരമായുള്ള അവരുടെ ചെറിയ നിയമങ്ങളെ പോലും അവരാരും അവഗണിക്കാറില്ല. അവരെ ചോദ്യം ചെയ്യാൻ ഇന്ത്യ എന്നല്ല, ലോകത്തെ ഒരു ഭരണാധികാരിയും അവരെ ചോദ്യം ചെയ്യാൻ തുനിയാറില്ല. മതനിയമങ്ങളോട് മാനസികമായ കൂറുവെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തെയും ലോകത്തൊരാളും ആക്രമിക്കാറില്ല. മുസ്ലിമേ, നമുക്ക് ഈ ദീനിനോട് ശരീഅത്തിന്റെ നിയമങ്ങളോടുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വന്നുപോയി എന്ന് പറയാൻ കഴിയോ? ആദ്യമായി പറഞ്ഞോട്ടെ, ശരീഅത്തിനെ കടന്നാക്രമിക്കുന്ന സ്വഭാവം ഇന്ത്യയിൽ ഇല്ലാതാകാൻ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോകലാണ്. നാം ശരീഅത്തുള്ള മുസ്ലിമീങ്ങളായി ജീവിച്ചു പോവുക. ഭൗതികമായ നമ്മുടെ ബന്ധങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കുക. എല്ലാ ബന്ധങ്ങളും അല്ലാഹുവോടാവുക. ഫഫിറൂ ഇലല്ലാഹ്, പടച്ച റബ്ബിലേക്ക് നമ്മൾ ഓടിപ്പോവുക. അള്ളാഹുവിന്റെ അരുമദാസന്മാരായി നമ്മൾ ഇവിടെ ജീവിച്ചു പോവുക. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. അള്ളാഹനെ അനുസരിക്കുന്ന നമ്മുടെ ഇപ്പൊ അടുത്ത കാലത്ത് വഫാത്തായി പോയ മഹാരഥന്മാരായ ആലിമ്യങ്ങളെ മാത്രം എടുത്തു നോക്കിയാല് നമുക്കറിയാലോ. അനക്കര കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തോതിയാണ്. ആ ആയത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ചുണ്ടനങ്ങിയില്ല. മഗ്രിബ് കഴിഞ്ഞ് യാസീൻ ഓതാൻ തുടങ്ങിയതാണ്. താൻ മാത്രമല്ല, തന്റെ ജ്യേഷ്ഠന്റെ മകൻ ആ കൂട്ടത്തിലുണ്ട്, പേരക്കിടാങ്ങളുണ്ട്, കുടുംബത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഇജാസത്ത് പ്രകാരമുള്ള ദിക്റുകൾ ചൊല്ലിയിട്ട് അതിനുശേഷം യാസീൻ ഓതാൻ തുടങ്ങി. യാസീനിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എത്തിയപ്പോ മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ ചുണ്ടടങ്ങി, ശബ്ദം നിലച്ചു, പിന്നെ മിണ്ടിയില്ല. ഓർമ്മയില്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ചോദ്യം, നബിയേ അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ ഏതാണ് നബിയേ? അവിടുന്ന് മറുപടി പറഞ്ഞു, അന്തമൂത വലിസാനുക റതുബും ബിദിക്രില്ലാഹ്, ദിക്ർ കൊണ്ട് നനഞ്ഞ നാവായ നിലയിൽ നീ മരണപ്പെടുക. മരിക്കുന്ന നേരം നാവിൽ ദിക്ർ ഉണ്ടാവുക. നമ്മുടെ എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണ്. ഒരാളെയും വെറുതെ ഈ സ്റ്റേജിന്റെ മേലെ വെച്ച് പുകഴ്ത്തി പറയുകയല്ല. നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞ് ആളെ കൂട്ടിയിട്ട് നമുക്കൊരു പഞ്ചായത്ത് ഇലക്ഷനിലെ ഒരു വാർഡിൽ പോലും മത്സരിക്കാനുള്ള താല്പര്യമില്ല. നേതാക്കന്മാരുടെ പിന്നിൽ അനുയായികളെ കൂട്ടിയിട്ട് പണം പിരിക്കാൻ താല്പര്യമില്ല. പണത്തിന്റെ ആളുകളല്ല നമ്മൾ. ആരും അങ്ങനെയാകാനേ പാടില്ല. കാരണം ദുനിയാവെന്ന് പറഞ്ഞാൽ അദ്ദുനിയാ, ഒന്നെന്നോട് പറയും, അദ്ദുനിയാ ളില്ലുൻ സായിലുൻ. ഇന്നലെ വരെ ഓമനിച്ചാദരിച്ചു വെച്ച 500ന്റെ കറൻസി എവിടെ? ഇന്നലെ വരെ ആദരിച്ചോമനിച്ചു വെച്ച 1000ന്റെ കറൻസി എവിടെ? പണമെവിടെ? 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 മുസ്ലിമേ, ഇത് നീങ്ങിപ്പോകുന്ന തണലാ. അതിന്റെ പിന്നാലെ നമ്മൾ കൂടാനേ പാടില്ല. ഒരിക്കലും നട്ടം വരാത്ത ഒന്നില്ല. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയവരല്ലേ നമ്മളെല്ലാം? ഓതിയിട്ടില്ലേ? വൽ ബാഖിയാതു സ്വാലിഹാതു, ഒന്ന് ഓതിയേ, വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക. എന്നെന്നും ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങളേതാ? അതല്ലേ പടച്ചവന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത്. നേരത്തെ ഗാലിബ് മശൂർ തങ്ങൾ പറഞ്ഞില്ലേ, സുബ്ഹിക്കെഴുന്നേറ്റ് പള്ളിയിൽ പോയാൽ ദുആ പതിവാക്കിയാൽ, വെള്ളിയാഴ്ചയിൽ ആണും പെണ്ണും ഒരേപോലെ സൂറത്തുൽ കഹ്ഫ് പതിവാക്കിയാൽ, ഈ SKSSFന്റെ ബീജാവാപം നൽകിയ മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാരെ അറിയില്ലേ? നഖം മുറിക്കുമ്പോൾ പോലും സുന്നത്ത് പൂർത്തിയാക്കും. മുറിച്ച നഖം ഒരു കടലാസിൽ കെട്ടിയിട്ട് ഒരു കൊണ്ടുകുടിച്ച് ഒരു കുഴി കുടിച്ച കുഴിയിൽ മറമാടാതെ മഹാൻ വിടാറില്ല. വഫാത്താകുന്നത് വെള്ളിയാഴ്ചയാണ്.
ആ വെള്ളിയാഴ്ച രാവിലെയും നഖം മുറിച്ചു കഴിഞ്ഞപ്പോൾ ആ നഖം മുറിച്ച നഖം ഒരു കടലാസിൽ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടാൻ പേരക്കുട്ടികളൊന്നും പുരയിലില്ല. കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രായമുള്ള ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ മക്കളാണ്, ചെറിയ മക്കളാണ് ഈ നഖം കുഴിച്ചു മൂടാറ്, നീ നഖം കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടണേ, ഏതെങ്കിലും തെങ്ങിന്റെ കുണിയിലോ ഏതെങ്കിലും വഴിയിലോ ചാടിക്കളയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഈ നഖം കുഴിച്ചു മൂടലാ. ആലോചിച്ചു നോക്കുക, ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ ഉപേക്ഷിച്ചില്ല, ഒരു കറാഹത്ത് ജീവിതത്തിൽ വരാൻ അനുവദിച്ചില്ല. വഫാത്തിന്റെ നേരം വരെ അള്ളാന്റെ കൂടെ നിന്നു. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹ് വലുതാ. അല്ലാഹ് പടച്ച ദുനിയാവ് ഇത് തൽക്കാലത്തേക്ക് വന്നുകൂടിയ ദുനിയാവാണ്. ഇന്നലെ വന്നതാണ്, ഇൻഷാ അല്ലാഹ് നാളെ പോകേണ്ടതാണ്. മനസ്സിന്റെ ബന്ധം ഈ ദുനിയാവോട് ആണുങ്ങൾക്ക് വേണ്ട. പെണ്ണേ, നിനക്കും ഈ ദുനിയാവോട് വലിയ ബന്ധം വേണ്ട. പുതിയ പെണ്ണുങ്ങളെ കൂടുതൽ 5 പവന് 10 പവന് 15 പവന് 20 പവന് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പവൻ കൂട്ടി 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 ഒരു 10-55 വയസ്സാകുമ്പോഴത്തേക്ക് കുറേ മാലയും കുറേ വളയും കുറേ അലന്തോടിയും കുറേ കാതലക്കുരുവും, അപ്പോഴത്തേക്ക് ഈ കാതലിനും കൂടി സുബ്ഹാനല്ലാഹ് അല്ലെ വലിയ ദ്വാരായിട്ട് മാറുമല്ലോ. കാതലക്കുരുവും അതിൻ്റെ ഉള്ളിൽ ചക്കക്കുരുവും എല്ലാം കൂടി ഈ കഴുത്തിലും കാതലൊക്കെ ഇങ്ങോട്ട് കയറ്റിയിട്ട് പെണ്ണുങ്ങൾ ഒരു 60-70 വയസ്സാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആഭരണശാലയായി മാറും അല്ലേ. വലിയ അങ്ങോട്ടൊക്കെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കല്ലേ പെണ്ണുങ്ങളെ, ഇങ്ങോട്ട് നോക്ക്. പ്രായമുള്ള പെണ്ണുങ്ങൾ എത്രയാ ഇട്ടിട്ടുണ്ടാകുക, ഇതെല്ലാം കൂടി അല്ലേ. 25 പവന്റെ ഇപ്പോൾ പുതിയ നിയമങ്ങൾ വരികയാണ്. ഒരു പരിധിക്കപ്പുറം പവന്റെ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ് അടക്കൽ നിർബന്ധമാണ്. മാത്രമല്ല ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ആധാർ കാർഡുമായിട്ട് അത് ആഡ് ചെയ്യണം, തീർന്നില്ല അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങാൻ കഴിയില്ല. ഇൻകം ടാക്സുകാരന്റെ ഓഫീസിലിരുന്നാൽ ഓരോരുത്തൻ്റെയും ആധാർ കാർഡും അതേപോലെ അവൻ വിനിമയം ചെയ്യുന്ന, അവൻ വാങ്ങുന്ന വിൽക്കുന്ന സാധനങ്ങളുമായുള്ള ഓരോ ഷോപ്പിലെയും കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങ് രൂഢമൂലമായാൽ സുബ്ഹാനല്ലാഹ്, ഇനി ആഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയില്ല. വാങ്ങിയ ആഭരണങ്ങൾ വിൽപ്പന ചെയ്യുമ്പോഴും ആധാറുമായി ബന്ധം വേണം. സുബ്ഹാനല്ലാഹ്, ഇനി മനുഷ്യന് ഈ ദുനിയാവിൽ പണം കൊണ്ടുവന്ന് കറുപ്പിച്ച് സൂക്ഷിക്കാൻ കഴിയില്ല, ബ്ലാക്കിൽ സൂക്ഷിക്കാൻ കഴിയില്ല. പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് മുസ്ലിമേ, ഇല്ല ദുനിയാവ് കൊണ്ട് നമുക്കൊരു രക്ഷ കിട്ടില്ല. നമ്മെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനും നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ളവനും ഒരേ ഒരാളാണ്. അത് അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്താണ്. ഓർമ്മയില്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ മുൻകഴിഞ്ഞ മഹാന്മാര് വരെ അവരിങ്ങനെയായിരുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. നമ്മുടെ മുൻഗാമികളെല്ലാം ഇങ്ങനെയായിരുന്നു. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് ജീവിതത്തിലുടനീളം പ്രഖ്യാപിച്ചവർ, കാലടിയിൽ എൻ്റെ വാത കേൾക്കുന്നവരെ നമ്മൾ അങ്ങനെയാകണം. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? സീറോയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച്, ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിലെത്തിച്ച് സംരക്ഷിച്ചു പോരുന്നവൻ എന്നാണ് റബ്ബിന്റെ അർത്ഥം. ഒന്നെന്റെ കൂടെ ഈ അർത്ഥം പറയും. ഇല്ലായ്മയിൽ നിന്ന് പറയും. ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ റബ്ബേ അല്ലാ അങ്ങനെ പറഞ്ഞാൽ പോരാ. റബ്ബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിർമ്മാണം? ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിലെത്തിച്ച് പ്രസന്റ് ടൈമിൽ വർത്തമാന സമയത്ത് സംരക്ഷിക്കുന്നവനെന്നാണ് റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം. ഈ മുഅ്മിനെ നമ്മെ ഇതുവരെയും സംരക്ഷിച്ചതാരാ? നാളെ സംരക്ഷിക്കേണ്ടതാരാ? നിന്റെ പണമല്ല നിന്നെ സംരക്ഷിക്കുന്നത്, നിന്റെ ആരോഗ്യമല്ല നിന്നെ സംരക്ഷിക്കുന്നത്, നിന്റെ പേഴ്സണാലിറ്റി അല്ല, നിന്റെ പോപ്പുലാരിറ്റി അല്ല, നിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. നിന്റെ സംരക്ഷകനും നിന്റെ നിയന്താവും നിന്റെ റബ്ബുൽ ഇസ്സത്താ.
നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ ഓർമ്മയില്ലേ 989 ഭീഷണമായ കാലഘട്ടം. സംഘടനാ സംവിധാനങ്ങളെല്ലാം മറുഭാഗത്ത്, ഓഫീസ് അവർക്കാണ്, അതേപോലെ മാസിക അവർക്കാണ്, വാരിക അവർക്കാണ്, മാത്രമല്ല സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം മറുഭാഗത്താണ്. ശംസുൽ ഉലമ പതറിയില്ല, കണ്ണിയത്ത് ഉസ്താദ് പതറിയില്ല, ഹൈദ്രോസ് മുസ്ലിയാർ പതറിയില്ല, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടെന്ന സാത്വിക വിശുദ്ധിയുടെ നിറരൂപമായ മഹാൻ പതറിയില്ല. കാരണം അർഹമുർറാഹിമീനായ അല്ലാഹ് നീയല്ലേ സംരക്ഷകൻ, നീയല്ലേ നിയന്ത്രണാധികാരമുള്ളവൻ. നീ കൂടെയുള്ളയിടത്തോളം പ്രശ്നമില്ല, ഭയമില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ നേതാക്കൾ പതറാറില്ല. കുടുംബജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പോലും നമ്മുടെ ആലിമീങ്ങൾക്ക് പരിഭ്രാന്തിയില്ല. ഹൈദ്രോസ് മുസ്ലിയാരുടെ ഒരു മകളുടെ വിവാഹം, മകളെ വിവാഹത്തിന്റെ രാവിലെ ആ പഴയ കീറിയ ബാഗുമായി ഹൈദ്രോസ് ഉസ്താദ് ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഒരു ടെൻഷനുമില്ല. നമ്മളിലാണെങ്കിൽ മോളെ കല്യാണത്തിലാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഉടുത്ത തുണി ഓർമ്മ ഉണ്ടാവില്ല, ഇട്ട കുപ്പായ ഓർമ്മ ഉണ്ടാവില്ല, ബെൽറ്റ് കെട്ടിയിട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഷട്ടി ഇട്ടോന്ന് ഓർമ്മ ഉണ്ടാവില്ല. പല ജാതി വിപ്ലവം തീരെല്ലാം ഉണ്ടാവുക. ഹൈദ്രോസ് മുസ്ലിയാർ രാവിലെ ബാഗ് കൊടുത്തിട്ട് പോകുന്ന കണ്ടപ്പോ തന്റെ നാട്ടിലെ പുതുപ്പറമ്പിലെ ഒരു പ്രായമുള്ള ആള്, എല്ലാം മൂല്യരെ നിങ്ങൾ പോവുകയാണോ, എല്ലാ ദിവസവും നിങ്ങളെ പരിപാടി തന്നെ, ഇങ്ങനെ സംഘടനാ പരിപാടി എന്ന് പറഞ്ഞ പോക്ക്, മോളെ കല്യാണല്ലേ, അങ്ങനെ പോവുകയാണെങ്കിൽ കാര്യം ചെയ്യും, നിങ്ങളെ മോളെ നിക്കാഹിന്റെ വക്കാലത്തിങ് തന്നെ കൊണ്ട് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങോട്ട് ചൂടായി. മോളെ നിക്കാഹിന്റെ വക്കാലത്തിങ് തന്നെ എന്നെ ഏൽപ്പിച്ചോ, ഞാൻ നിക്കാഹ് ചെയ്തോളാം. അപ്പൊ അല്ലാഹ് ശരിയല്ലേ, മോളെ നിക്കാഹല്ലേ. അപ്പോഴാണ് മഹാനുഭാവന ബോധം വന്നത്. മുസ്ലിമേ, അള്ളാന്റെ ദീന് എന്നതിനപ്പുറം വേറെ ആലോചനയില്ല. മകളെ കല്യാണത്തിന് പോലും ആ കല്യാണത്തിന്റെ ലഹരിയിൽ മുങ്ങി, ആ ലഹരിയിൽ ആമഗ്നരാകാൻ മഹാനുഭാവന് താല്പര്യമില്ല. അവിടെയും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ആലോചന. വഫാത്താകുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചോറ് തിന്നത് ദാറുൽ ഹുദയിൽ നിന്നാണ്. ജുമഅക്ക് കൂടിയത് ദാറുൽ ഹുദയിലാണ്. ആ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മഹാനുഭാവന ക്ഷീണം നേരിടുന്നത്. ആലോചിച്ചു നോക്കുക, സമയം മുഴുവനും അള്ളാന്റെ ദീനിലാ. KC ജമാലുദ്ദീൻ മുസ്ലിയാരായാലും മഹാനായ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരായാലും ചരിത്രത്തിന്റെ കൂടെ നടന്ന നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഏതേതാലിമീങ്ങളായാലും അവർക്ക് ദുനിയാവുമായി ബന്ധമില്ല. ബന്ധങ്ങളെല്ലാം അള്ളാന്റെ കൂടെയാണ്. കാരണം റബ്ബ് അള്ളാഹുവാണ്. റബ്ബ് എന്നാൽ സംരക്ഷകൻ എന്നാണ്. എല്ലാ സംരക്ഷണവും തരേണ്ടവൻ പടച്ച റബ്ബാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് പോരാ, പിന്നെ അവർ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു. നേരായ മാർഗം എന്നാൽ ഏതാണ് നേരായ മാർഗം? എല്ലാ ഫാത്തിഹയിലും നമ്മൾ അല്ലാഹുവോട് പറയാറില്ലേ ആ നേരായ മാർഗത്തെ കുറിച്ച്? ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു തരണേ അല്ലാ, ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നേരായ മാർഗം എന്നാൽ നീ അനുഗ്രഹിച്ചവർ നടന്നുപോയ മാർഗം. ആരാ? അല്ലാഹു തആല അനുഗ്രഹിച്ചവർ. അദാനിയല്ല, അംബാനിയല്ല, ടാറ്റയല്ല, ബിർളയല്ല. കൊച്ചു കേരളത്തിന്റെ പ്രശസ്തിയെ വാനോളം എത്തിച്ച ഒരുപാട് സമ്പന്നർ ഈ കേരളത്തിലില്ലേ? അവരാരുമല്ല. ഇന്ത്യയിലില്ലേ? അവരാരുമല്ല. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ കാളക്കൂറ്റന്മാരായ സമ്പന്നരില്ലേ? അവരാരുമല്ല. പിന്നെ ആരായി? അല്ലാഹു തആല അനുഗ്രഹിച്ചവർ. വമയ്യുതുഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അംബിയ മുർസലീങ്ങളാണ്, സിദ്ദീഖീങ്ങളാണ്, രക്തസാക്ഷികളാണ്, സ്വാലിഹീങ്ങളാണ്. ഈ മഹാരഥന്മാർ നടന്നുപോയ മാർഗമാണ് നേരായ മാർഗം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാൽ എന്താണ്? 1400 കൊല്ലത്തെ സ്വാലിഹീങ്ങൾ നടന്ന മാർഗത്തിന് ഊർജം നൽകുന്ന സംഘടന. വേറൊന്നുമില്ല. 1400 കൊല്ലം കൊച്ചു കേരളത്തിലുണ്ടായ ദീനിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത പണ്ഡിത സംഘടന, അതാണ് സമസ്ത. 14 നൂറ്റാണ്ട് കാലം നാം ഈ
ജീവിച്ചുപോയ മഹിതമായ പാരമ്പര്യത്തിന് ജീവൻ നൽകാൻ നാം കഴിച്ചു വന്ന മാലകൾക്ക്, നാം കഴിച്ചു വന്ന മൗലിദുകൾക്ക്, നാം കഴിച്ചു വന്ന റാത്തീബുകൾക്ക്, നാം ചൊല്ലിപ്പോയ അദ്കാറുകൾക്ക്, നാം ജീവിച്ചു പോയ മഹിതമായ ആദർശ സംസ്കാരത്തിന് ജീവൻ നൽകാൻ, ഊർജം നൽകാൻ ഉണ്ടാക്കിയെടുത്ത മഹിതമായ പ്രസ്ഥാനം. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. നേരായ മാർഗത്തിൽ മോമിനീങ്ങൾ ഉറച്ചു നിന്നോ. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചു, നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നോ എങ്കിൽ ഇൻഷാ അല്ലാഹ് തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരണപ്പെടുന്ന നേരം, അവരുടെ ജീവിതാന്ത്യ നേരം അവരെ അടുക്കലേക്ക് മലായികത്തുകൾ ഇറങ്ങി വരുന്നതാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മയും നമ്മുടെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, നേതാക്കന്മാർ, നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നമ്മുടെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ പറ, മനസ്സുകൊണ്ട് ആമീൻ പറ. അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ശൈത്വാന്മാരിറങ്ങരുത്. നമ്മളുടെ ഏറ്റവും വലിയ ഭയം അതാണ്. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഈമാൻ ലൂസാകുക. ഇവിടെയുള്ള എല്ലാ അള്ളാഹു പൊരുത്തപ്പെടാത്ത കൂട്ടരുടെ കൂടെയും കൂടുക. അവരെ കൂടെ സ്റ്റേജിൽ കയറി കുത്തിരിക്കുക, ഇവരെ കൂടെ സ്റ്റേജിൽ കയറി കുത്തിരിക്കുക, അവർ കൊടുക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുക, ഇവർ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും നമ്മുടെ ആദർശവും മറ്റു പലർക്കും പണയം വെക്കുക. ഒരു കാര്യം ഉറപ്പാണ്, പോകുമ്പോ അതാ പറഞ്ഞ സമസ്തയുടെ തണലിൽ നിൽക്കണം, നമ്മുടെ ആലിമീങ്ങളുടെ പിറകിൽ നിൽക്കണം. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ മരണം പോലെ അല്ലേ, വെള്ളിയാഴ്ച രാവ്, അന്ന് ളുഹർ മുതലേ ക്ഷീണായിരുന്നു. വ്യാഴാഴ്ച ളുഹർ മുതലേ ഓരോ നിസ്കാരവും പുരയിൽ വെച്ച് ജമാഅത്തായി ഇമാമായി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ തന്നെ ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിച്ചു. ളുഹർ, അസ്ർ, മഗ്രിബ്. അതിന്റെ മഗ്രിബിന്റെ മുമ്പ് ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചു വരുത്തി പുരയിലേക്ക്. ഉച്ച സമയത്തോ മറ്റോ ദീർഘനേരം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉമർ അലി ശിഹാബ് തങ്ങളെ മന്ത്രിച്ചു. രണ്ടുപേരും ഒരു റൂമിൽ കയറി വാതിൽ പൂട്ടിയിട്ട് തുറക്കാത്തത് കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാർ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ, എന്താ പഠിച്ചോനെ ഇവർ ചെയ്യുന്നേ നോക്കുമ്പോ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് അനുജൻ ഇങ്ങനെ മന്ത്രിക്കാൻ. ദീർഘനേരം മന്ത്രിച്ചു. എന്തൊക്കെയോ വസിയത്തുകൾ കൈമാറിയോ സംശയമുണ്ട്. മന്ത്രം കഴിഞ്ഞ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉമർ അലി ശിഹാബ് തങ്ങളെ പുരയിൽ നിന്ന് ഖിന്നനായി സങ്കടത്തോടുകൂടെ ഇറങ്ങി. ഒരു പ്രഭാഷകന്റെ ആലങ്കാരിക വാക്കല്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീടും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ വീടും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമുക്ക് പോയ പണക്കാട് പോകുന്ന ആൾക്കറിയാലോ. ഉമർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ നിന്ന് കുറെ അകലെയാണ്. പണക്കാട് തന്നെയാണ് രണ്ട് വീടെങ്കിലും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ താമസിച്ച കൊടപ്പനക്കൽ തറവാട് കുറെ അകലെയാണ്. വണ്ടിയിൽ കയറി തന്റെ പുരയുടെ മുമ്പിൽ വന്നിറങ്ങി. തന്നെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ധാരാളം ആളുകൾ പുരയിലുണ്ട്. ആരെയും കാണുന്നില്ല, അവനെ മുഖത്ത് നോക്കുന്നില്ല. തങ്ങൾ പുരയുടെ പൂമുഖപ്പടിയിലേക്ക് കയറുന്നില്ല. മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുജന്റെ എന്തൊക്കെയോ ഉള്ള വസീയത്തുകൾ ആ ഹൃദയത്തെ, ആ മനോഹരമായ തുമ്പമലർ മുട്ടുപോലെ നിഷ്കളങ്കമായ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. കാക്ക ഇനി ഞാൻ ഉണ്ടാകില്ല, എന്താ പറഞ്ഞെന്നറിയില്ല. പുള്ളി കയറാതെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടന്നു. കുറെ കഴിഞ്ഞാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കയറുന്നത്. അന്ന് മഗ്രിബായി. ആ മഗ്രിബും ജമാഅത്തായി പുരയിൽ വെച്ച് തന്റെ കുടുംബത്തിനെ പിറകിൽ നിർത്തി ഇമാമായി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നിസ്കരിച്ചു. ലങ്സ് ക്യാൻസർ ആയിരുന്നു, ശ്വാസകോശ അർബുദം. ഈ ശ്വാസകോശ അർബുദമായിട്ട് പോലും ഒരിക്കൽ പോലും ആശുപത്രിയിൽ കിടന്നില്ല. എറണാകുളത്തെ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഇപ്പോഴത്തെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ, മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ മൂത്ത മകന്റെ ഫ്ലാറ്റ് ഉണ്ട് എറണാകുളത്ത്. ആ ഫ്ലാറ്റിൽ താമസിക്കും, കീമോതെറാപ്പി ചെയ്യും, പിന്നെയും ഫ്ലാറ്റിലേക്ക് വരും. ആശുപത്രിയിൽ കിടന്നില്ല. അതിന്റെ ഇടയിലും കോഴിക്കോട്ടെ ഇസ്ലാമിക് സെന്ററിന്റെ പള്ളി ഉദ്ഘാടനത്തിന്റെ ഒക്കെ വന്ന് സജീവമായി പ്രഭാഷണം നടത്തിയിരുന്നു. എപ്പോഴൊക്കെയോ എവിടെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ഞാൻ തങ്ങൾ വല്ലാതെ ക്ഷീണിക്കുകയാണല്ലോ ഇങ്ങനെ പറയുമ്പോ അത് ഷുഗർ അല്ലേ, അതുകൊണ്ടാണെന്നൊക്കെ പറയും. ഒരു ടെൻഷനും ഇല്ല. ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴും ഒരു വേജാറുണ്ടായിരുന്നില്ല. ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴും, അത് ലങ്സ് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. ഒരു വേജാറുമില്ല. അന്ന് മഗ്രിബും ജമാഅത്തായി നിസ്കരിച്ചു. ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്ക് നിസ്കാരങ്ങളെ മാറ്റിവെക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? ആലോചിച്ച് നോക്കിയേ. അന്നത്തെ ഇശാവും ജമാഅത്തായി നിർവഹിച്ചു. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം കണ്ടപ്പോ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള മഹാനായ
തങ്ങൾ അവരുടെ അനുജ സഹോദരൻ പണക്കാട്ട് PMS പൂക്കോയ തങ്ങൾ അവരുടെ മക്കളിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഈ 3 പേരിലെ രണ്ടാമൻ മഹാനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഉക്കാക്ക ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, ആശുപത്രിയിലേക്ക് പോകാം. ക്ഷീണം കൂടിയപ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ജുമുഅ രാത്രി, വെള്ളിയാഴ്ച രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് പുരയിന്നിറങ്ങാൻ പോകുമ്പോ കുടുംബക്കാരെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അൽ ഫാത്തിഹ. നമ്മൾ ആ സയ്യിദന്മാരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് അവർ ദുആ ചെയ്ത് തരാറും നമുക്ക് വേണ്ടി ഉറുക്കെഴുതി തരാറും മാത്രമല്ല, അവർക്കുള്ള സങ്കീർണങ്ങളായ വിഷയങ്ങൾ വരുമ്പോ അവർ സ്വന്തം ദുആ മറന്നു പോകാറില്ല. മോമിനിങ്ങളെ, നമ്മൾ പുരയിൽ നിന്നിറങ്ങുമ്പോ അത് രോഗമായിട്ടായാലും എന്ത് പ്രശ്നമായിട്ടായാലും നമുക്ക് ഫാത്തിഹ വിളിച്ചിട്ട് അറബിയിൽ ദുആ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒന്ന് ഫാത്തിഹയും 3 ഖുൽ ഹുവല്ലാഹുവും ഒരു ഫലക്കും നാസും ഓതി മലയാളത്തിൽ ഒന്ന് ദുആ ചെയ്തിട്ട് ഇറങ്ങിക്കൂടെ? ഇബാദത്തിന്റെ മജ്ജയാണ്. ദുആ ഇബാദത്താണ്. മാത്രമല്ല ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. അതില്ലാത്തത് നമുക്കൊക്കെ ഉള്ള കുഴപ്പം. ഇപ്പോ മാണി ഉസ്താദിന്റെ വീട് നമുക്കറിയാലോ, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. എനിക്ക് ഈ മുണ്ടേരി ജുമാഅത്ത് പള്ളി മുണ്ടേരി മദ്രസയിൽ ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച സ്ത്രീകളെല്ലാം കൂടി എന്നോട് പറഞ്ഞു, ഉസ്താദെ ശനിയാഴ്ച ക്ലാസ് വെച്ചാൽ ചൊറയാണ്, ബുദ്ധിമുട്ടാണ്, മാണി ഉസ്താദിന്റെ വള്ളത്തിന് പോകണം. എല്ലാവരും നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ആളുകൾ ഇങ്ങനെ ആ വെള്ളം കിട്ടാൻ, അത് ചെറിയ രോഗത്തിനും വലിയ രോഗത്തിനൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താ ഈ വെള്ളത്തിന്റെ പ്രത്യേകത? അത് ദുആഇന്റെ വെള്ളമാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ ദുആആൻ. ഇശ്ഫി അല്ലാഹുമ്മ ഇശ്ഫി അല്ലാഹുമ്മ ഇശ്ഫി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ ശിഫയാക്കണേ, നീ ശിഫയാക്കണേ, നീ ശിഫയാക്കണേ എന്നാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയുള്ള മന്ത്രം ബഹുമാനിയായ മാണിയൂർ ഉസ്താദിന്റെ ബാപ്പയുള്ള കാലം മുതലേ നമുക്കറിയാവുന്ന മന്ത്രമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഇവിടെ കസേല കുറച്ച് ജാസ്തിയായിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നോ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഇടയിലുള്ള അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറ മോമിനിങ്ങളെ, ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് തണുപ്പാ ഇത്? വയനാട്ടിൽ പോയ മാതിരി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തല പരിഹരിച്ചു കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ഈ പരിപാടിക്ക് ഒരു കരുത്ത് മൊയ്തുൽ നിസാമിയാണ് അല്ലേ? മൊയ്തുൽ നിസാമിന്റെ അമ്മോച്ചനാണ്, ബാപ്പയുടെ സ്ഥാനത്താണ്. അള്ളാഹു ആ കുടുംബത്തെ തൊക്കവയോടെ ഈമാനോടെ ആഫിയത്തോടെ നിലനിർത്തുമാറാകട്ടെ. ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ സംഗമത്തിന് വേണ്ടി ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചോ, രാവും പകലും മെയ് മറന്ന് അധ്വാനിച്ചവർക്കെല്ലാം അള്ളാഹുവേ നീ അർഹമായ ഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപ്പൊ ആ വെള്ളത്തിന് വേണ്ടി ഒഴുകുകയാണ്. ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഈ അധ്വാനിക്കാതെ കിട്ടുന്ന വെള്ളത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് മഹാനായ ബഹുമാന്യരായ മാണിയൂർ ഉസ്താദിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യാൻ, ചെറിയ ആവശ്യത്തിനൊക്കെ പോയിട്ട് എലിശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളത്തിന് ക്യൂ നിൽക്കുക. ആലോചിക്കുക. ഉറുമ്പ് ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളത്തിന് ക്യൂ നിൽക്കുക. കാരണം ഒന്ന് പൈസ കൊടുക്കണ്ട, 2 അധ്വാനല്ലാതെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലണ്ട. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിന്റെ എത്തി കഴിഞ്ഞാൽ ഒരു 100 യാസീൻ ഓതാനോ അല്ലെങ്കിൽ 313 ഖുൽ ഹുവല്ലാഹു ഓതാനോ പറയൂല. അധ്വാനിക്കാതെ വെള്ളം കിട്ടുമല്ലോ, ഓടുകയാണ്. ഞാൻ പറയുന്നത് പോകുന്ന ആൾക്കാരോടൊക്കെ ഒരു 99 അസ്മാഉൽ ഹുസ്ന മാണിയൂർ ഉസ്താദ് ചൊല്ലാൻ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആളുകൾ ഇങ്ങനെ കുറഞ്ഞു എന്താ വിചാരിച്ചിരിക്കുന്നത്? പോകുന്ന ആളോടൊക്കെ പറഞ്ഞു കൊടുക്കുക. ഹിന്ദുക്കളല്ലാത്ത എല്ലാവരോടും 99 ഒരു അസ്മാഉൽ ഹുസ്ന അല്ല 99 ഓന്റെ ആഫീസ് പൊട്ടിപ്പോണം. പിന്നെ ഭാഗത്തേക്ക് പോകില്ല. ഇതിങ്ങനെ ഒഴുകുകയാണ്. മാത്രമല്ല ഇപ്പൊ ഈ കല്ലുമ്മക്കായി പൊരിച്ചതും മീനടയൊക്കെ പുതിയാപ്പണ്ട പിറകെ കൊടുത്തേക്കും പോലെ ചില പെണ്ണുങ്ങൾ അവിടെ പോവുക. വെള്ളം വാങ്ങിയിട്ട് ഒരു കുപ്പി പുതിയാപ്പിളക്ക്. പാത്തുമ്മക്ക് അവിടെ ഭയങ്കര ഹാൻഡാണ്. പാത്തുമ്മാനെ കണ്ട വെള്ളം കിട്ടും. പാത്തുമ്മ 3 കുപ്പിയും വാങ്ങി വരിക. ഇപ്പൊ നിർത്തിപ്പോത് ആഴ്ച 4 കുപ്പി. ഇതിങ്ങനെ ദുരുപയോഗം ചെയ്യാം നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട്. വല്ലാതെ ബുദ്ധിമുട്ടിക്കുക നമ്മുടെ സഹോദരിമാര്. പറഞ്ഞു വരുന്നത്, ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ സിലാഹുൽ മുഅ്മിൻ, സിലാഹുൽ മുഅ്മിൻ, ദുആ മുഅ്മിനിന്റെ ആയുധമാണ്.
നമ്മൾ ആ ദുആ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ ഇശാ കഴിഞ്ഞ് ദുആ ചെയ്ത് പുരയിൽ നിന്നിറങ്ങി ആശുപത്രിയിലെത്തി. സമയമധികം പാഴായില്ല. ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞില്ല. മുബാറക്കായ വെള്ളിയാഴ്ച രാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ റൗളയിൽ ഉണർന്നിരിക്കുന്ന രാവ്. ആകാശഗംഗയിലൂടെ തലങ്ങും വിലങ്ങും റഹ്മത്തിന്റെ മലായികത്ത് സ്വലാത്ത് ആവഹിച്ച് റൗളയിലേക്ക് പറക്കുന്ന പരിശുദ്ധമായ രാവ്. ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മീതെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളിയാഴ്ച രാവിന്റെ മനോഹരമായ നിമിഷങ്ങളിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്താകുന്നു. മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹാന്മാരൊക്കെ ഇങ്ങനെയാണ്. എല്ലാ സമയവും അവരുടെ കൂടെ ഈമാനികമായൊരു ടച്ച് ഉണ്ടായിരുന്നു, ആത്മീയമായൊരു ബന്ധമുണ്ടായിരുന്നു. അവർ അള്ളാഹുവിന്റെ ഓർമ്മയിൽ മുഴുകി ജീവിച്ച മഹാന്മാരായിരുന്നു. സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് അബോധാവസ്ഥയിലായിരുന്നു വഫാത്ത്. പക്ഷേ ആ അബോധാവസ്ഥയിലും തസ്ബീഹ് മാല കയ്യിൽ കൊടുത്താൽ വഫാത്തിന്റെ നേരം വരെ ആ തസ്ബീഹ് മറിഞ്ഞുകൊണ്ടിരുന്നു. തസ്ബീഹ് മറിഞ്ഞുകൊണ്ടിരുന്നു. മങ്കാനാഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ലേ, ഭൗതികമായ ബന്ധങ്ങൾ ഒരു പരിധിവരെ അങ്ങ് ഒഴിവാക്കുക. ദുനിയാവോട് ബന്ധം വേണ്ട, ദീനാറോട് ബന്ധം വേണ്ട, ദിർഹമോട് ബന്ധം വേണ്ട, സ്വർണത്തോട് പെണ്ണേ ബന്ധം വേണ്ട. ഭൗതിക താല്പര്യങ്ങൾ മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോന്നൊഴിവാക്കി ഹൃദയം നിറയെ ഈമാനോടെ മരിക്കണമെന്ന ചിന്ത, ഖബറിൽ റാഹത്തോടെ കിടക്കണമെന്ന ചിന്ത, മുങ്കർ നക്കീർ അലൈഹി വസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടണമെന്ന ചിന്ത, സ്വർഗത്തിലേക്ക് അല്ലെ മഹ്ശറ മുറ്റത്ത് വെച്ച് സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കിട്ടണമെന്ന ചിന്ത, വലത്തെ കയ്യിൽ കിതാബ് കിട്ടണമെന്ന ചിന്ത. തീർന്നില്ല, ലിവാഉൽ ഹംദിന്റെ പിറകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന് സ്വർഗത്തിലെത്തണമെന്ന ചിന്ത, അല്ലാഹുവിന്റെ ലിഖാ കാണണമെന്ന ചിന്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറാഫഖത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള അനിഷേധ്യമായ സഹവാസം സ്വർഗത്തിൽ വെച്ച് കിട്ടണമെന്ന ചിന്ത. ഈ ചിന്തകളെ ഹൃദയത്തിൽ കൊണ്ടുവന്നങ്ങ് നിറക്കുക. മോമിനെ, നമ്മുടെ ഖൽബ് അങ്ങനെയാകുമ്പോ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. 2016 കാലടി എന്ന പ്രബുദ്ധമായ ദേശത്തെ SKSSFന്റെ മനോഹരമായ വാർഷിക സംഗമം കേൾക്കാൻ വന്ന മോമിനെ, ഹൃദയത്തിലുള്ള സർവ്വ ദുർവിചാരങ്ങളും ഉപേക്ഷിച്ചു അവിടെ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന സൽവിചാരങ്ങൾ കൊണ്ടുവന്നങ്ങ് നിറച്ചാൽ, നമ്മുടെ നേതാക്കന്മാരെ പോലെ നമ്മളങ്ങ് മാറിയാൽ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ആ സൽവിചാരങ്ങൾ സമന്വയിച്ചു നിൽക്കുന്ന സുന്ദരമായ സുഗന്ധമേ പൂറുന്ന ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ നോട്ടം തുടങ്ങിയാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഈമാൻ നിറഞ്ഞ ഹൃദയങ്ങളുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹു നിർബന്ധമായും സഹായിക്കും. ഏക സിവിൽ കോഡ് എന്ന ഡെമോക്രസിന്റെ വാള് വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കില്ല. പിന്നെ ശരീഅത്തിനെതിരെ വാളോങ്ങുന്ന സ്വഭാവം ഒരിക്കലും ഇന്ത്യയിൽ വരില്ല. പടച്ചോന്റെ സഹായം നമ്മുടെ കൂടെയുണ്ടാകും. നമ്മൾ ഇപ്പോഴത്തെ കളി തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മളങ്ങ് കളിക്കാൻ തുടങ്ങിയാൽ പാകെ ഓരോ പുരയിലും ഓരോ പീടിയിലും ചർച്ചപ്പോ നോട്ട് നിരോധിച്ചതിന്റെ ബേജാറാണ്. എന്തിനെങ്ങനെ ബേജാറെന്നേ നിങ്ങളെന്നീ പറയുന്നു? നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം തിരിഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളിങ്ങനെ പറയും അല്ലേ? അത് ഇതാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത് ചിന്തിക്കുന്നുണ്ടല്ലേ? ഈ പണാണ് എന്നെ അതാ പറഞ്ഞ ഈ പറയുന്ന ഞാനും നന്നാകണം. ഇതില്ലാതായാൽ ജീവിക്കാൻ കഴിയില്ലെന്ന അല്ലേ? മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണോ പ്രശ്നം. ഇതുപോലെ ഇങ്ങനെ ചിന്തിക്കുന്നൊരു കൂട്ടരുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ പാടോ? മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണോ പ്രശ്നം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ നമ്മുടെ ആത്മാവിൽ അന്തർലീനമായി നിൽക്കേണ്ട ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബന്ധം ആരോടാകണം?
ദീനെന്ന് പറഞ്ഞാൽ ഖൈറാഗ്രഹിക്കലാണ്, അല്ലെ? ഖൈറാഗ്രഹിക്കലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലില്ലാഹി, അല്ലെ? അള്ളാഹിനോട് ഖൈറാഗ്രഹിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണി പറഞ്ഞില്ലേ, വലിൽ മോമിനീൻ വരെ അള്ളാഹിനോട്, അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളോട്, തങ്ങളുടെ പരിശുദ്ധമായ ഖുർആനോട്, അല്ലെ? വലിൽ മോമിനീൻ, മോമിനീങ്ങളോട് ഹൃദയത്തിലുള്ള ബന്ധം ഈ അള്ളാഹുവോടും ഹബീബോടും അവന്റെ കലാമായ ഖുർആനോടും ആ ഈമാനിൽ കുളിച്ചു നിൽക്കുന്ന മോമിനീങ്ങളോടും മാത്രമാവുക. അതിന്റെ പേരാണ് ദീന് എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെയാകണം, അങ്ങനെ അങ്ങ് ആ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരണം. ഇന്നിപ്പോ നോക്കിയാട്ടെ, ദുനിയാവിൽ എവിടെയോ കുടുങ്ങി നിൽക്കുന്ന മനസ്സ്, എന്തെങ്കിലും മൈനസ് ദുനിയാവിൽ വരുമ്പോ, എന്തെങ്കിലും പരാജയം ദുനിയാവിൽ വരുമ്പോ അതിന്റെ പേരിൽ ഇടറുന്ന മനസ്സ്, അതിന്റെ പേരിൽ കലുഷമാകുന്ന മനസ്സ്, അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മനസ്സ്, ആ പ്രയാസങ്ങൾ രോഗങ്ങളായി മാറുന്നു. ഇപ്പൊ നോക്കിയാട്ടെ, മനസ്സിന് ടെൻഷൻ വരുമ്പോ ഒന്നുകിൽ അറ്റാക്ക്, അല്ലേ? പിന്നെ ഞാനൊരു ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്തേ എനിക്ക് പറ്റിയേ? പറഞ്ഞു, അത് ഉസ്താദേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രയാസം, അതിൽ അറ്റാക്ക് വന്നു. അല്ലാഹു തആല അങ്ങനെ മരിച്ചവർക്കൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഇപ്പം അടുത്ത കാലത്ത് മരിച്ചുപോയ എല്ലാ മോമിനിയങ്ങൾക്കും പുറത്തു കൊടുക്കട്ടെ. ചെറിയ സാമ്പത്തിക പ്രയാസം വരിക, അതിൻ്റെ പേരിൽ ഭാര്യയും ഭർത്താവും കലഹമുണ്ടാക്കുക, അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടെത്തുമ്പോ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ ഞാൻ അങ്ങനത്തെ 2 കരച്ചിൽ കണ്ടു. സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമ്പോൾ, ആ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിലും സുഖത്തിലും ക്ഷേമത്തിലും രണ്ടാക്കും നല്ല സഹായത്തായി. ഭാര്യയ്ക്ക് ഭർത്താവോട് ടെൻഷനില്ല, ഭാര്യയ്ക്ക് ഭർത്താവോടുമില്ല, ഭർത്താവിന് ഭാര്യയോടുമില്ല. അത് പരസ്പരം സന്തോഷം ഷെയർ ചെയ്തു. ഭർത്താവിന്റെ ഭാഗത്ത് ചെറിയൊരു സാമ്പത്തിക പരാജയം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭാര്യയുടെ മുഴുവനും വിറ്റ് തീർന്നിട്ട് ഭാര്യൻ്റെ നിന്ന് വിൽക്കാനില്ല എന്ന് ഭർത്താവിന് തോന്നിയ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമായി. ഭർത്താവിന്റെ തീർന്ന ഭാര്യയ്ക്ക് കുഴപ്പമായി, ഭാര്യയുടെ തീർന്നു പോയാൽ ഭർത്താവിനും കുഴപ്പമായി. പിന്നെ ബഹളായി, അടിയായി, പിടിയായി, ഒച്ചപ്പാടായി, അല്ലേ? എല്ലാ ബന്ധങ്ങളും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, 10-50 വയസ്സ് വരെ നന്നായിട്ട് ഓളയും കുട്ടിയുടെയും പോറ്റി, എന്തെങ്കിലും രോഗം വന്ന് പോകാൻ കഴിയാണ്ടായി, ജോലിക്ക് പോകാതായി. അദ്ദേഹം പോറ്റിയ മകന് ഗൾഫിൽ പോയി. ആ മോൻ ഗൾഫിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് പൈസ അയക്കാൻ തുടങ്ങുമ്പോ മോനും ഈ ഉമ്മയും ഒരു യൂണിയനായി, ഉപ്പ പുറത്തായി. നോക്കണം, ഇനി ഇയാൾക്കൊരു ജോലി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുമ്പോ, അയാളെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോ ഭാര്യക്കും, അല്ല നേരത്തെ പൊന്നുപോലെ സംരക്ഷിച്ച ഭാര്യക്കും, അതേപോലെ തന്നെ നന്നായി മക്കളെ ശ്രദ്ധിച്ച ഈ മക്കൾക്കും ഇപ്പൊ ഉപ്പാനെ വേണ്ടാതായി. ആലോചിച്ച് നോക്കിയട്ടെ. അത് ഞാൻ പറഞ്ഞേ, ദുനിയാവിന് വേണ്ടി വല്ലാതെ മെനക്കെടല്ലേ. ഈ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികള്, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ജോലി, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഭാര്യയെയും മക്കളെയും സംരക്ഷണം. അങ്ങനെ നമ്മുടെ മഹാന്മാരെ അത് പറഞ്ഞില്ലേ, കാളമ്പാടി ഉസ്താദിന്റെ വഫാത്തിന്റെ വേള വരെ സ്വന്തം കയ്യിലുള്ള പണം കൊണ്ടായിരുന്നു വീട്ടിലെ സാധനങ്ങൾ വാങ്ങിയത്. ആരോഗ്യമുള്ള ജോലി ചെയ്യുന്ന മക്കളുണ്ടായിരുന്നു. ആ മക്കള് സാധനങ്ങൾ വാങ്ങി വന്നാൽ നമ്മുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ സ്റ്റേജിലൊന്ന് പ്രസംഗിക്കുന്നവരും സ്റ്റേജ് വിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രസംഗത്തിന് നേരെ എതിർ പ്രവർത്തിക്കുന്നവരുമായിരുന്നില്ല. നമ്മൾ ഈ സംഘടനയുടെ പിറകിൽ നിൽക്കുന്നത് നമ്മുടെ നേതാക്കന്മാർ അക്ഷരത്തിലും അർത്ഥത്തിലും ദീനിനെ ഉൾക്കൊണ്ട മഹാന്മാരായതുകൊണ്ടാണ്. അവരൊന്നും വല്ലാതെ പ്രസംഗിച്ചില്ല, പക്ഷെ അവർ നമ്മെക്കാളും വല്ലാതെ ദീനിനെ പ്രവർത്തിച്ചവരാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പോലെ 23 കൊല്ലക്കാലത്തെ ദീനീ പ്രബോധനം കഴിഞ്ഞ് വഫാത്താകാൻ അടുത്ത വേള ദുൽഹജ്ജ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരായത്ത് ഇറങ്ങിയില്ലേ? നമ്മൾ സാധാരണ ഓതാറുള്ള ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ ഇന്നേ ദിവസം, ഈ അറഫ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയും അല്ലാതെയും വിശുദ്ധ ഖുർആനും അവിടുത്തെ അള്ളാന്റെ സന്ദേശങ്ങളും പൂർണ്ണമായിട്ടും ഇറങ്ങുക മാത്രമായിരുന്നില്ല.
23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ചലിക്കുന്ന പതിപ്പായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഖുർആനായിരുന്നു, അവിടുത്തെ വായ കൊണ്ടുള്ള സംസാരങ്ങളിൽ പോലും വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വായ കൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ പോലും പടച്ചവനിൽ നിന്ന് വന്ന സന്ദേശങ്ങൾ മാത്രമായിരുന്നു. 23 കൊല്ലം കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ചലിക്കുന്ന പതിപ്പായി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ചലിക്കുന്ന പതിപ്പായി തീർന്നു. ആ പാരമ്പര്യത്തിൽ ജീവിച്ച മഹാന്മാരൊക്കെ ആ വഴിത്താരയിലായിരുന്നു. കാളമ്പാടി ഉസ്താദ് വഫാത്തിന്റെ വേള വരെ തന്റെ കയ്യിലുള്ള പണമാണ് വീട്ടിൽ ഭക്ഷണത്തിന്, വീട്ടു ചെലവിന് ഉപയോഗിച്ചത്. മക്കളെ പണം ഉപയോഗിച്ചില്ല. കാരണം മക്കൾ ഏത് വഴിയിൽ നിന്ന് കൊണ്ടുവരുമെന്നോ എന്ന ഉറപ്പ് കിട്ടുന്നില്ല. മക്കളാരും ഹറാമ് സമ്പാദിക്കുന്നവരല്ല, മക്കളാരും അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത പണം ഉപയോഗിക്കുന്നവരല്ല. എങ്കിലും സൂക്ഷ്മതക്ക് വേണ്ടി തന്റെ കയ്യിലുള്ള പണം കൊണ്ട് മാത്രം ജീവിച്ചു. വീട്ടിലുള്ള എല്ലാ ചെലവും, മക്കൾക്ക് വേണ്ടിയുള്ള ചെലവ് മുഴുവനും തന്റെ കയ്യിൽ നിന്നുള്ള പണം കൊണ്ടാണ്. ഇനി മക്കൾ എന്തെങ്കിലും പച്ചക്കറി സ്വന്തം കയ്യിലെ പണം കൊണ്ട് വാങ്ങിയാൽ, പച്ചമീൻ വാങ്ങിയാൽ, വീട്ടു സാധനങ്ങൾ വാങ്ങിയാൽ, ജാമിഅൻ നൂരിയയിൽ നിന്ന് വ്യാഴാഴ്ച വീട്ടിലെത്തുന്ന, പ്രായമായപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ വീട്ടിലെത്തുന്ന കാളമ്പാടി ഉസ്താദ് മക്കൾ വാങ്ങിയ സാധനത്തിന്റെ വില മക്കളെ കയ്യിലേക്ക് തിരിച്ചു നൽകുമായിരുന്നു. എന്തിനേറെ വഫാത്താകുന്ന അന്ന് ജാമിഅൻ നൂരിയയിൽ നിന്ന് ജീപ്പിൽ കയറിയിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വേള, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വേള, ജീപ്പിലുണ്ടായിരുന്ന ഖാദിമിന്റെ കയ്യിലേക്ക് അരപ്പട്ടയിൽ നിന്ന് 1000 രൂപ എടുത്തു കൊടുത്തു. തന്റെ ആശുപത്രി ചികിത്സക്ക് വേണ്ടിയുള്ള പണമായിട്ട്. ആലോചിച്ചു നോക്കുക. അത്ര പോലും മാത്രമല്ല, കാളമ്പാടി ഉസ്താദിന്റെ പുരയിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹദിയകൾ കൊണ്ടുപോയിട്ട് കൊടുത്താൽ, ഉസ്താദ് അറിയാതെ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലെത്തിച്ചാൽ അതെവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ആര് കൊണ്ടുവന്നതാണ്, സൂക്ഷ്മമായി അറിയാതെ അത് ഉപയോഗിക്കാറില്ല. അല്ല, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു തആല ത്വയ്യിബാണ്. ഗൾഫിൽ പോകുന്ന ആളുകൾക്ക് ത്വയ്യിബിന്റെ അർത്ഥം അറിയില്ലേ? അല്ലാഹു തആല നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. ത്വയ്യിബിനെ അല്ലാതെ, നല്ലതിനെ അല്ലാതെ അല്ലാഹ് കബൂൽ ചെയ്യില്ല. റസൂലുള്ളാഹി യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. മുഅ്മിനേ, അവിഹിതമായിട്ടുള്ള ഭക്ഷണം നീ ഭക്ഷിക്കല്ലേ. നമ്മുടെ നേതാക്കന്മാരാര പള്ളിയിലേക്കും അങ്ങനെയുള്ള ഭക്ഷണം എത്തിയില്ല. ഗൾഫിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും, ഇവർ ഗൾഫിൽ പര്യടനത്തിന് പോകുമ്പോഴായാലും, നാട്ടിലുള്ള മുതലാളിമാര് കൈമുട്ട് കണ്ടുമുട്ടുമ്പോഴായാലും, എന്തെങ്കിലും കൈമടക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, ഇതെന്ത് പണമാ, ഇതേത് വഴിയിൽ നിന്ന് കിട്ടിയ പണമാണ്. ബഹുമാന്യരായ ആനക്കര കോയക്കുട്ടി ഉസ്താദ് ഇവിടെ വന്ന് പ്രസംഗിച്ച മഹാനല്ലേ. എവിടെ നിന്ന് പോകുമ്പോഴും തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗ്, ഒരു പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ആളുകൾ എന്തെങ്കിലും പണം കൊടുത്താൽ ചോദിക്കും, ഇത് നീ പൊരുത്തപ്പെട്ട് തരുന്നതാണോ, നീ അംഗീകരിച്ചു തരുന്നതാണോ, നിന്റെ മനസ്സുകൊണ്ട് എനിക്ക് തൃപ്തിപ്പെട്ട് തരുന്നതാണോ? പൊരുത്തമില്ലാത്ത പണം വന്ന് ചേർന്നു. അതിൽ നിന്ന് ഒരു ഫിൽസ് പള്ളയിലെത്തി, ഹറാമിന്റെ ഒരു ഫിൽസ് പള്ളയിലെത്തിയാൽ പിന്നെ പടച്ച റബ്ബ് കബൂൽ ചെയ്യില്ലല്ലോ. എന്തൊരു സങ്കടമാ, എന്തൊരു ഉത്കണ്ഠയാ, എന്തൊരു ആശങ്കയാ. മുഅ്മിനീങ്ങളെ, നമ്മൾ ആ റൂട്ടിലാകണം. ഇതിനാണ് ഈ സമസ്ത ഇതിനെ ഇങ്ങനെയൊക്കെ വാർഷികമൊക്കെ വെക്കുക. നല്ലോണം ഇങ്ങനെ കുറെ പൈസ തീർക്കുക, കുറെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുക, ഇതിനു വേണ്ടിയിട്ടല്ല. ഈ വഴിത്താരയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അക്ഷരത്തിലും അർത്ഥത്തിലും അല്ലാഹുവിന്റെ അനുയായികളായി നമ്മൾ മാറണം. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്. ഖുർആന്റെ അനുയായികളായാൽ അള്ളാന്റെ അനുയായികളായി നമ്മൾ അള്ളാന്റെ അനുയായികളാകണം. വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളിലേക്ക് ക്ഷണിക്കാനാണ് SKSSF. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് ക്ഷണിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ അഹ്ലുല്ലാഹ്
അള്ളാന്റെ കുടുംബക്കാരായില്ലേ? ഇൻഷാ അല്ലാഹ് ഈ വഴിത്താരയിലൂടെ നടന്ന് കലിമ ചൊല്ലി ഈമാനോടെ മരിക്കാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതലേ തുടങ്ങാൻ കഴിയണം. ഒരു സെക്കൻഡ് പാഴാക്കാതെ മുമ്പോട്ട് പോകണം. അഖീദ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അഖീദയാകണം. കർമ്മം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ കർമ്മമാകണം. നമ്മുടെ നാവിലോ നമ്മുടെ അവയവങ്ങളിലോ അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഹറാമുകൾ ഉണ്ടാകാനേ പാടില്ല. അപ്പുറവും ഇപ്പുറവും കത്തിച്ചിട്ട് നടുക്ക് പിടിക്കുന്ന സ്വഭാവം വേണ്ട. പ്രായമുള്ള ആളുകളെ അവഗണിക്കുന്ന സ്വഭാവം വേണ്ട. ആലിമീങ്ങളെ ധിക്കരിക്കുന്ന സ്വഭാവം വേണ്ട. സയ്യിദന്മാരെ ചെറുതാക്കുന്ന സ്വഭാവം വേണ്ട. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറ, ഈ സ്വർഗ്ഗമെന്ന വീട്, ഈ പാലാറൊഴുകുന്ന സ്വർഗ്ഗമെന്ന വീട്, ഈ കള്ളാറൊഴുകുന്ന സ്വർഗ്ഗമെന്ന വീട്, ഈ മനോഹരമായ സുഖദായകമായ ക്ഷേമൈശ്വര്യങ്ങൾ സമന്വയിച്ചു നിൽക്കുന്ന സമ്മോഹനമായ സ്വർഗ്ഗമെന്ന വീട്, അതിനെ നാം ഒരുക്കി വെച്ചിരിക്കുന്നു, അതിനെ നാം സംവിധാനിച്ചിരിക്കുന്നു. ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്ക്. ആ വിഭാഗമാരാണ്? ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. ഒന്നെന്നെ ശരിക്ക് ശ്രദ്ധിക്കണേ മോമിനിങ്ങളെ. മഞ്ഞ് പെയ്യുന്ന രാത്രിയാണെങ്കിലും ഒരു മജ്‌ലിസുൻ നൂറിന്റെ മുമ്പിലുള്ള സദസ്സല്ലേ, ഏകാഗ്രതയോടെ ഇരുന്നിട്ടൊന്നെന്നെ ശ്രദ്ധിക്കണേ മോമിനിങ്ങളെ. സ്വർഗത്തെ അല്ലാഹ് ഒരുക്കി വെച്ചത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. അവർ ദുനിയാവിൽ ഔന്നത്യത്തെയോ ഫസാദ് നാശത്തെയോ ഉദ്ദേശിക്കുന്നവരല്ല. ഇവിടെ ജീവിക്കുമ്പോ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ സ്ഥാനമാനങ്ങൾ കിട്ടുക, ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടുക, ജനങ്ങളുടെ ഇടയിൽ അല്പം ഔന്നത്യം കിട്ടുക, അത് ആഗ്രഹിക്കരുത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കുഴപ്പം ബഹളം ഉണ്ടാക്കുക, മരിക്കോളം ഫിത്ന ഉണ്ടാക്കുക. അങ്ങനല്ല ചില ആള് വായെടുത്താ എന്തെങ്കിലും ഫിത്നയെ പറയും. ചില കാലം വയസ്സാകുമ്പോൾ കുറച്ചിട്ടാകുമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഇടക്കിടക്കൊക്കെ എല്ലാ നാട്ടിലും പോകുന്നില്ലേ, ചില ആൾക്കാരൊക്കെ ഞാനിങ്ങനെ റൗണ്ട് ഇട്ട് വെക്കും. അവരെ ശരീരഭാഷ കണ്ടാൽ തന്നെ ആളെ മനസ്സിലാവും. റൗണ്ട് ഇട്ട് വെക്കും. റൗണ്ട് ഇട്ട് വെച്ചിട്ട് പിന്നെയും കാലങ്ങൾ കഴിഞ്ഞിട്ട് അവരെ കണ്ടുമുട്ടുമ്പോൾ അവർ പിന്നെ അങ്ങനെ ഉണ്ടാകുക, കണ്ടുമുട്ടിയാ എന്തെങ്കിലും ഒരു ഫിത്ന പറയും. അത് ചെറുപ്പത്തിലേ ശീലിച്ചു പോയത് എത്ര പൊളായാലും ഒരു 3 സ്വലാത്തില്ലേ ഒരു അല്പം ഉന്മേഷം കിട്ടാൻ വേണ്ടി ചൊല്ലി. اللهم صل على محمد يا ربي صل عليه وسلم. പ്രായം എത്ര കൂടിയാലും അതിനെ പറഞ്ഞു നന്നാകൂല എന്നങ്ങ് തീരുമാനിച്ചു പോയാൽ പ്രായം എത്ര കൂടിയാലും നന്നാകൂല നമ്മളങ്ങ് തീരുമാനിച്ചു പോയാൽ അങ്ങനെ അതുമായിട്ട് അങ്ങനെ പോകും. ഒരു കാര്യം ഉറപ്പിക്കേണ്ടത്, ഫസാദ് നാശം എന്ന് പറഞ്ഞാൽ ബോംബ് കൊണ്ടുള്ള നാശമോ അല്ലെങ്കിൽ പിന്നെ തോക്ക് കൊണ്ടുള്ള നാശമോ ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന നാശവും മാത്രമല്ല, അത് നാവ് കൊണ്ടുള്ള ഫസാദ് മുതൽ തുടങ്ങുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ അല്ലേ. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. നോക്കണം, അന്തിമ വിജയം ആഖിബത്ത് മുത്തഖീങ്ങൾക്കാണ്. സ്വർഗ്ഗം അല്ലാഹു തആല കണക്കാക്കിയിരിക്കുന്നത് ഔന്നത്യവും നാശവും ഉദ്ദേശിക്കാത്ത മുഅ്മിനീങ്ങൾക്കാണ്. ഇവിടെ ജീവിക്കുമ്പോൾ നമ്മെ കൊണ്ടൊരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ശരിക്കും ഓർമ്മിക്കണം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി.
മറ്റു മുസ്ലിമീങ്ങൾക്ക് ഈ മുസ്ലിമിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുന്നില്ലേ? അവന്റെ പേരാണ് മുസ്ലിം. വാഴക്കാട്ടെ ഗ്രാമവീഥിയിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചു പോയ പോലെ അവിടെയുള്ള ഹിന്ദുക്കൾക്കോ അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കോ കണ്ണിയത്തിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടും സംഭവിച്ചില്ല. എല്ലാവരും മഹാന ഹൃദയം കൊണ്ട് അംഗീകരിച്ച പോലെ ഇൻഷാ അല്ലാഹ് കാലടിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയണം. നമ്മെ കൊണ്ട് ഇവിടെയുള്ള മോമിനീങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാനേ പാടില്ല. അല്ലാഹു തആല അങ്ങനെ മരിക്കുവോളം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. താഴ്മയുള്ളൊരു ഹൃദയത്തെ നാം ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ലോകത്തിപ്പോൾ ഇല്ലാതെ പോയത് അതാണ്. ഇപ്പൊ നോക്കിയട്ടെ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും ഈഗോ പ്രകടിപ്പിക്കുന്ന ഭർത്താക്കളില്ലേ? ശരിക്കും ചിന്തിച്ചു നോക്കിയ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പൊങ്ങച്ചവും അഹങ്കാരവും പ്രകടിപ്പിക്കുന്ന ഭർത്താക്കളില്ലേ? സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്ന ഭാര്യമാരില്ലേ? തോറ്റുപോകല്ലേ? എന്താ കുടുംബജീവിതം ഇല്ലാതാകുകയാണ്. മനസ്സിൽ നിന്ന് നമ്മുടെ താഴ്മയും വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിനയം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വിനയം ഇല്ലാതാകുക അല്ലേ? മരിക്കുന്ന നേരം വരെ. ഇപ്പൊ നമ്മുടെ ഖുർആൻ പറഞ്ഞെങ്ങനെയാ? അല്ലെ, നമ്മുടെ നേതാക്കന്മാരെ കണ്ടു പഠിക്കേണ്ട ഒരു പാഠാത്. നമ്മുടെ നേതാക്കന്മാരെ കണ്ടുപഠിക്കേണ്ട പാഠമാണത്. ആയിരക്കണക്കിന് ആളുകൾ ഒഴുകി വരുമ്പോഴും മഹാനായ മാണിയൂർ ഉസ്താദിന്റെ വീട്ടിൽ അല്ലേ, രാത്രി 2 മണി വരെ ആ മാണിയൂർ ഉസ്താദിന്റെ വീട്ടിൽ പുഞ്ചിരിച്ചിരിക്കുന്ന മാണിയൂർ ഉസ്താദ് ഒരാളെ പോലും ഉറപ്പിക്കാതെ മഹാൻ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കൊടുക്കുന്ന പണത്തെ ആഗ്രഹിച്ചിട്ടല്ല. വല്ലാഹി ഒരാളെ കയ്യിൽ നിന്നും അദ്ദേഹം ഇത്ര പണം ചോദിച്ചു വാങ്ങിയെന്ന് തൻ്റെ ചരിത്രത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയും ഒരു നല്ല വീടിപ്പോഴും തൻ്റെ കൂടെ ഇല്ലണ്ടോ? താമസിക്കുന്ന വീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ പുതിയാപ്പിള നമ്മുടെ നാട്ടുകാരനാണ്. താമസിക്കുന്ന വീട് മണ്ണ് കട്ട കൊണ്ടുണ്ടാക്കിയ വീടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ 40 മുശാവറ മെമ്പർമാരിൽ മണ്ണുകട്ട കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്ന ഒരേ ഒരു മെമ്പർ ചിലപ്പോൾ ബഹുമാനിയായ മാണിയൂർ ഉസ്താദ് മാത്രമായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മഹാനുഭാവന്റെ വലിപ്പം അറിയില്ല. രാത്രിയിൽ 2 മണി വരെ 3 മണി വരെ ഉറക്കമൊഴിയുമ്പോഴും ഒരാളോടും മഹാനുഭാവൻ കണ്ണുരുട്ടാറില്ല. നമ്മൾ ആ വിനയവും താഴ്മയാണ് മിസ്യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞേ, ഒരാവശ്യമില്ലാണ്ട് അവിടെ പോയിട്ട് ശല്യം ചെയ്യാം. എന്നാലോ ആ ഉസ്താദ് അവർക്ക് വേണ്ടി നമുക്കൊരുപാട് പ്രാർത്ഥനാ സദസ്സുകളിൽ നേതൃത്വം നൽകുന്ന ആ ഉസ്താദ് അവർക്ക് വേണ്ടി ഒന്നും മനസ്സുകൊണ്ട് ദുആ ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ? ആവില്ല. അവിടെ ആ തിരക്കിൽ പോയിട്ട് ആ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ശല്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞു പോയാൽ അതെടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കുഴപ്പാക്കുക എന്നല്ലാതെ അല്ലേ? പഠിക്കേണ്ട പാഠം അതാണ്. ആ മാണിയൂർ ഉസ്താദിന്റെ താഴ്മ അല്ലെ, മാണിയൂർ ഉസ്താദിന്റെ താഴ്മ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2 മുശാവറ മെമ്പർമാർ നമ്മുടെ നാടിനടുത്താണ്. KKP അബ്ദുള്ള ഉസ്താദ് അവരുടെ താഴ്മ. ചെറിയ കുട്ടികളെ കണ്ടാലും പുഞ്ചിരിച്ച് സംസാരിക്കുന്ന KKP ഉസ്താദിന്റെ താഴ്മ. ചെറിയ പ്രായം മുതലേ ബന്ധമുള്ള ബഹുമാന്യനായ, എൻ്റെ ചെറിയ പ്രായം മുതലേ എനിക്ക് ബന്ധമുള്ള വിജ്ഞാന രംഗത്ത് മല പോലെയുള്ള മഹാനായ PKP ഉസ്താദ് അവരുടെ താഴ്മ അല്ലെ. മുഖത്ത് നോക്കുമ്പോൾ ഗൗരവം തോന്നുമെങ്കിലും അടുത്തു പോയാൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ നമ്മോട് പെരുമാറാറുള്ള ബഹുമാനിയായ PP ഉമർ ഉസ്താദിന്റെ താഴ്മ. ആരെ കണ്ടുമുട്ടിയാലും ദീർഘനേരം സംസാരിക്കുന്ന സരസപ്രകൃതക്കാരനായ TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകളുടെ മകനായ ചുക്കളി പാനൂർ ഭാഗത്ത് താമസിക്കുന്ന മുശാവറയിലെ മെമ്പറായ മഹാനുഭാവന്റെ താഴ്മ കണ്ണു ചിമ്മി പറയാൻ കഴിയും. ഇല്ല, ഈ മുശാവറ മെമ്പർമാരിൽ ഒരാളെ പോലും ഒരഹങ്കാരിയായിട്ട് കാട്ടാൻ കഴിയില്ല. മംഗലാപുരത്തെ മഹാനായ മിത്തബയൽ അബ്ദുൽ ജബ്ബാർ മുസ്ലിയാരായാലും, കാസർകോട്ടെ മംഗലാപുരം ഖാദി താക്ക അഹമ്മദ് മുസ്ലിയാരായാലും, കുമ്പള കാസിം മുസ്ലിയാരായാലും, UM അബ്ദുറഹ്മാൻ മുസ്ലിയാരായാലും, ഇവരാണ് ഉത്തര കേരളത്തിലെ മുശാവറ മെമ്പർമാർ. ഇവരെല്ലാം മഹാസാത്വികരാ, താഴ്മയുടെ പ്രതിരൂപങ്ങളാ. സാധാരണക്കാരായ എൻ്റെ സ്ത്രീ പുരുഷന്മാരെ, പുതിയ കാലത്തെ സമൂഹത്തിൽ ഇല്ലാതെ പോയത് ഈ താഴ്മയാണ്. താഴ്മയ്ക്ക് പകരം ഹൃദയത്തിൽ വന്നു ചേർന്നത് അഹങ്കാരമാണ്, തലക്കനമാണ്, പൊങ്ങച്ചമാണ്, ഉപരിപ്ലവതയാണ്. മങ്കാന ഫീ ഖൽബിഹി മിദ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ ലാ യദ്ഖുലുൽ ജന്ന റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ല്, സല്ലല്ലാഹു അലാ മുഹമ്മദ്.
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ആ ഹൃദയത്തിലുള്ള കിബറിനെ മുഴുവനും ഇൻഷാ അല്ലാഹ് ഓരോ വ്യക്തികളോടും ഞാൻ ആവശ്യപ്പെടുന്നു, ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് ഉരുണ്ടു കൂടുമ്പോഴാണ് ഈ ദുനിയവിയായ ബന്ധങ്ങൾ. അത് ഞാൻ പറഞ്ഞേ, ദുനിയാവിനെ ഒഴിവാക്കണം. ഹൃദയത്തിൽ കിബർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അല്ല കിബറു ബതറുൽ ഹഖി വഗംതുൻ നാസ്. ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി. ഒന്നെങ്കിൽ ബതറുൽ ഹഖ്, കാര്യം പറഞ്ഞു കൊടുത്താൽ കേൾക്കൂല, അനുസരിക്കേണ്ട കേട് കാണിക്കുക, അങ്ങനെയൊന്നുമല്ല അല്ലേ. ഒതു ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരാള് അതിലൂടെ ഈ ഭാഗം വല്ല കൈ മുട്ടോടുകൂടി കഴുകണ്ടേ, ഈ ഭാഗം നനഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനെയാക്കി ഇങ്ങനെ കുലുക്കി കൊത്തുപോലെ ഈ ഭാഗം നനഞ്ഞില്ല, നിങ്ങൾ ഈടെ നനഞ്ഞിട്ടില്ലാട്ടാ, അതുള്ള മതി. കണ്ണൂര് പുതിയ ബസ് സ്റ്റാൻഡ് പള്ളിയിൽ ഒരാള് റവാത്തി ബസ് നിസ്കാരം നിസ്കരിച്ചിട്ടിരിക്കുകയാണ്. കാലിന്റെ അടിയിൽ താറോ വെള്ളം ചേരാത്ത മറ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, പ്രായമുള്ള ഒരാൾ കാലിൻ്റെ അടിയിൽ എന്തോ അതെല്ലാം മതി, പിന്നെ ഒരൊറ്റ എന്തോ കൊടുക്കുക വേണ്ടത്. പിന്നെ അയാളെ പോലത്തെ പ്രാന്തം ഞാനുമായി പോണ്ടാന്ന് കരുതിയിട്ട് മിണ്ടാതിരുന്നു. ഒരു അടപ്പൂരിട്ട് എൻ്റെ വേറൊരു സന്ദർഭമായിരുന്നു, ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ അയാളെ ആഫീസ് പൊട്ടി പോകണം. അടിക്കൽ വുജൂബായ ചില സന്ദർഭങ്ങളില്ലേ. കാരണം ഇയാളോട് ഞാൻ എന്തെങ്കിലും അയാളുടെ ശരീരത്തിൽ കാട്ടുണ്ടെന്നോ അയാളുടെ മാനം കെടുത്തുന്ന എന്തെങ്കിലും വർത്താനല്ലോ, കാലിനുള്ളിൽ കുറച്ച് താറുണ്ട്, അതൊന്ന് കഴുകിക്കളാൻ, അത് മെല്ലെ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ചില മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഈ കുരുട്ട് ആശയങ്ങൾ കൂടിയിരിക്കുന്ന ആള്. ഇപ്പോ നടന്ന് പള്ളിയിൽ വന്നിട്ട് ഇരുന്ന് നിസ്കരിക്കുന്ന ഹംകിങ്ങളുണ്ട്, കള്ളന്മാർ, ചേത്താന്മാർ. നടന്നിട്ട് അവൻ ചോദിക്കും അക്കൂട്ടത്തിൽ ഉണ്ടാവില്ല നിൽക്കാൻ കഴിയാത്ത ആളെന്ന്, അവരെ ഞാൻ ഇരുന്ന് ഒഴിവാക്കുകയാണ്, ഈ ഹംക്ക് എന്ന് വിളിച്ചിരുന്നു. നടന്നിട്ട് പള്ളിയിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് റുക്കൂയിൽ പോകുമ്പോഴും സുജൂദിൽ പോകുമ്പോഴും ഇരുന്നാൽ പോരെ. ഇന്നിപ്പോൾ നിസ്കരിക്കുന്ന അങ്ങനത്തെ പ്രായമുള്ള ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെയുള്ള രോഗങ്ങൾ ശിഫയാക്കട്ടെ. നടന്ന് വന്നിട്ട് ഇരുന്ന് കളിയാ, ഒറ്റ ഇരുത്തം. കണ്ണൂർ ടൗണിലുണ്ട് ആ സുഖട്. നടന്ന് വരിക, എന്നിട്ട് ഇരിക്കുക. അവരോട് വിളിച്ചിട്ട് മെല്ലെ ഒരു പള്ളിയിലെ ഉസ്താദ്, ഞാനല്ല, കണ്ണൂർ ടൗണിലുള്ള ഒരു പള്ളിയിലെ ഉസ്താദ് അവരോട് പറഞ്ഞു വരും, നടന്ന് വന്നിട്ട് നിങ്ങൾ ഫാത്തിഹയും സൂറത്ത് ഓതുമ്പോൾ നിന്നൂടെ, ഖിയാമിന്റെ സ്ഥാനത്ത് നിൽക്കൽ നിർബന്ധമാണ്. നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഒരാൾക്ക് കൂലി കൊടുത്തിട്ട് നിർത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അയാളെ കൂലി കൊടുത്തിട്ട് അയാളെ കൊണ്ട് കൈ പിടിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്യിച്ചിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കണമെന്നാണ്. പിന്നെ നടുമടങ്ങാത്ത സുഖമുണ്ട്, അല്ലെങ്കിൽ അവിടെയും നമ്മുടെ ആലിമീ ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കസാല വെക്കണോ അല്ല വെക്കാതെ തന്നെ ചെറിയ രീതിയിലുള്ള റുക്കോഴും ചെറിയ രീതിയിലുള്ള സുജൂദൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് അഫ്ളൽ, ഇതാണ് അഫ്ളൽ. ഈ രീതിയിൽ ചർച്ച ഉണ്ട്. പറഞ്ഞു വരുന്നത്, ഇത് ഒരാവശ്യമില്ലാതെ ഈ ഇരുന്ന് നിസ്കരിക്കുന്ന ആളോട് ഈ വിഷയം പറഞ്ഞപ്പോ അള്ളാഹ് അത്രയെല്ലാം മതി, നിങ്ങളെന്തിനാ ഇങ്ങനെ വല്ലാതെ ഇടങ്ങാറാക്കുന്നതാണ്. വേഗം വരിക, കസാല വെക്കുക, അവിടെ ഇരിക്കുക, ഒരു ഒഫീഷ്യൽ ലുക്കിൽ. അല്ലാഹു അക്ബർ. നോക്കണം, മഹാനായ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു സമസ്തയുടെ ട്രഷററായിരുന്ന കോഴിക്കോട് ജില്ലക്കാരനായ അനേകം ആലിമീങ്ങളുടെ ഉസ്താദായ അടുത്ത കാലത്ത് വഫാത്തായി പോയ സമസ്തയുടെ അനിഷേധ്യ നേതാക്കളിൽ ഒരാളായിരുന്ന മഹാനായ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ വഫാത്താകുന്ന അന്ന് രാത്രിയിലെ ഇശാ നിസ്കാരം വിറക്കുന്ന ശരീരമാണ്, ഷുഗറിന്റെ കടുപ്പം കൊണ്ട് വിറക്കുന്ന ശരീരമാണ്, നിൽക്കാൻ കഴിയില്ല. വഫാത്താകുന്നതിന്റെ തലേന്ന് രാത്രിയിലെ ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു ചെന്നു. പള്ളിയിൽ ചെന്നിട്ട് രണ്ട് മുത്തഅല്ലിമീങ്ങൾ അപ്പുറവും ഇപ്പുറവും നിർത്തി. മുത്തഅല്ലിമീങ്ങൾ അവരുടെ ചുമല് കൊണ്ട് പ്രസ് ചെയ്തു. അതിന്റെ ഇടയിൽ നിന്നിട്ട് നിസ്കരിച്ചു. റുക്കൂയിലേക്ക് പോകുമ്പോൾ അരക്കെട്ട് കൊണ്ട് മുത്തഅല്ലിമീങ്ങൾ പ്രസ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ വെച്ചിട്ട് റുക്കൂ ചെയ്യുന്നു. അർഹമുർറാഹിമീനായ അല്ലാഹുവിന് അമൽ ചെയ്യാൻ കാട്ടിയ ഈ മഹാന്മാരെ താല്പര്യം, ഇതുകൊണ്ടൊക്കെയാ നാം ഈ മഹാന്മാരെ പിറകിൽ നിൽക്കുന്നത്. പിറ്റേന്ന് രാവിലെ സുബ്ഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ മക്കൾ കാണുന്ന രംഗം സുബ്ഹാനല്ലാഹ്. സുബ്ഹിക്ക് ഉപ്പാക്ക് നേരെ നിസ്കരിക്കാൻ കഴിയാഞ്ഞിട്ട് നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് ഉമ്മ പാപ്പയെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഭാര്യയോട് പറഞ്ഞു, ഞാൻ ആദ്യം നിസ്കരിക്കട്ടെ, നീ എന്നെ ഒന്ന് പിടിച്ചിട്ട് സഹായിക്കുക. വിറക്കുന്ന ശരീരത്തോടെ ബാപ്പ ഉമ്മ പിടിച്ചു കൊടുത്തിരിക്കുന്നു. ബാപ്പ നിസ്കരിക്കുന്നു. അന്ന് പകലാ മഹാനായ പാറന്നൂർ ഉസ്താദ് വഫാത്താകുന്നത്.
പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ കേൾക്കാത്ത മനുഷ്യന്മാരെ എണ്ണം പഴയ കാലത്തേക്കാൾ കൂടിക്കൂടി വരികയാണ്. താടി സുന്നത്താണ്, നമുക്കൊരു അധ്വാനവും ഇല്ലാതെ കൂലി കിട്ടുന്ന അമലാണ് താടി. പറഞ്ഞു കൊടുത്താലും ശരിയാണ്, പറയും അത് സുന്നത്തല്ലേ ഉള്ളൂ ഉസ്താദേ, നിങ്ങളെന്തിനായി വല്ലാതെ പറയുന്നേ? ആലോചിച്ച് നോക്കുക, ആ തോക്കിലേക്ക് വെടിവെക്കുന്ന നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ കേൾക്കാത്ത മാനസികാവസ്ഥയുള്ള മനുഷ്യന്മാര് കൂടിക്കൂടി വരുന്നു. ഇതിന്റെ പേര് തന്നെയല്ലേ കിബർ. അൽ കിബ്റു ബതറുൽ ഹഖ് വഗംതുന്നാസ്. പറഞ്ഞു കൊടുത്താൽ കേൾക്കാതിരിക്കുക, സത്യത്തെ തള്ളിക്കളയാ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. പോരാ, വഗംതുന്നാസ്, ജനങ്ങളെ നിസ്സാരമാക്കുക. മുഅ്മിനെ മനസ്സുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെ അവഗണിച്ച് കളയുക. സലാം ചൊല്ലിയാൽ മടക്കൂല, ചിരിച്ചാൽ തിരിച്ച് ചിരിക്കൂല, ഇങ്ങോട്ട് വിനയത്തോടെ പെരുമാറിയാൽ അങ്ങോട്ട് തലക്കനത്തോടെ പെരുമാറുക. അല്ലേ അല്ലേ? ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാൽ. 3 രാത്രിയേക്കാൾ അധികം മുഅ്മിനീങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കൽ അനുവദനീയമല്ല. റസൂലുള്ളാഹി ഒരാളെയും അവഗണിക്കുന്ന സ്വഭാവം മുഅ്മിനിന് പാടില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആരെയെങ്കിലും എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉടനെ മഹാനുഭാവൻ ഉണർത്തും, ആരോടും ഉണർത്തും, എവിടെ കണ്ടാലും തെറ്റ് കണ്ടാൽ ഉണർത്തും. കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിലിരിക്കുന്ന വേള പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ലൈഫായ ഹദീസുകളാണെങ്കിൽ ഉടനെ സ്റ്റേജിൽ നിന്ന് വരും ഹദീസ് ലൈഫാണ്, ഹദീസ് ലൈഫാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഫർളായ അമലുകളുടെ വിഷയങ്ങളും മസലകളും അയാൾ പറയുമ്പോൾ മസലകൾ അശ്രദ്ധയിൽ തെറ്റിപ്പറഞ്ഞു പോയാൽ ഉടനെ വരും തെറ്റാണ് നീ പറഞ്ഞത്, അത് പിന്നത്തേക്ക് പിന്തിപ്പിക്കുന്ന വിഷയമില്ല. ജനങ്ങളിടയിൽ വെച്ചിട്ട് ഉറക്കെ ഏതെങ്കിലും തെറ്റിനെ ഉണർത്തിയാലോ കണ്ണിയത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞ ഉടനെ വിളിച്ചിട്ട് പറയും, ജനങ്ങളിടയിൽ വെച്ചാ ഞാൻ നിന്നോട് പറഞ്ഞു പോയത്, എന്തെങ്കിലും മനസ്സിന് ടെൻഷൻ ഉണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരിക, ആഖിറത്തിലേക്ക് വെക്കാതെ എനിക്ക് മാപ്പ് തരിക. ഒരാളെയും മനഃപൂർവ്വം മഹാനുഭാവൻ വേദനിപ്പിച്ചില്ല, ഒരാളെയും ബുദ്ധിമുട്ടിച്ചില്ല. ഈ തലശ്ശേരിക്കടുത്ത് നമ്മുടെ മുഹമ്മദ് ഉസ്താദ് ജോലി ചെയ്യുന്ന പെരിങ്ങത്തൂരിനടുത്ത് ഉമ്മത്തൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഹസൻ മുസ്ലിയാർ എന്നൊരു മഹാനുണ്ട്. ധാരാളം ആലിമീങ്ങളെ കണ്ട, വലിയ പ്രായമൊന്നുമില്ലെങ്കിലും രോഗം വന്ന് പ്രായമായി പോയ ഒരു ഹസൻ മുസ്ലിയാർ ഇപ്പോഴും അവിടെയുണ്ട്. ഉമ്മത്തൂർ ജുമാഅത്ത് പള്ളിയിലെ ഖത്തീബ് അദ്ദേഹമായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് ആ ഉമ്മത്തൂർ പള്ളിയിൽ ദർസ് നടത്തുന്ന കാലത്ത് ഹസൻ മുസ്ലിയാർ ഖുതുബയോദാൻ വേണ്ടി മിമ്പറിൽ കയറി. ഖുതുബയോദിക്കൊണ്ടിരിക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കണ്ണിയത്ത് ഉസ്താദ് ഇടയിൽ ഉറക്കെ പറഞ്ഞു, ഇന്ന ഫർള് നിർവഹിച്ചിട്ടില്ല, ഏതോ ഒരു ഫർള് വിട്ടുപോയിട്ടുണ്ട്. ഉറക്കെ ആ മിമ്പറിന്റെ മേലെ വെച്ച് ഖുതുബയോദുമ്പോ താഴെ വെച്ച് കണ്ണിയത്ത് ഉസ്താദ് ഉറക്കെ പറഞ്ഞു, ആ ഉമ്മത്തൂരാണ്, നാദാപുരമേറിയാണ്. കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നാദാപുരത്ത് ദർസ് നടത്തുന്നു. കണാരണ്ടി 50 മുസ്ലിയാർ പാറക്കടവ് എന്ന പള്ളിയിൽ ദർസ് നടത്തുന്നു. പാറക്കടവിന്റെയും നാദാപുരത്തിന്റെയും സമീപ പ്രദേശമാണ് ഉമ്മത്തൂർ എന്ന് പറയുന്ന പ്രദേശം. കോഴിക്കോട് ജില്ലയുടെ വടക്കേ ബോർഡറാണ്, കണ്ണൂർ ജില്ലയുടെ തെക്കേ ബോർഡറാണ്. ആ പ്രദേശത്ത് ധാരാളം ആലിമീങ്ങളുണ്ട്, അവർ പള്ളിയിലുണ്ട്. ആലിമീങ്ങൾ താഴെ വെച്ച് പറഞ്ഞു, ഇല്ല കണ്ണിയത്ത് ഉസ്താദെ തെറ്റിപ്പോയതാണ്, നിങ്ങൾക്ക് വിട്ടുപോയതാണ്, നിങ്ങൾക്ക് അശ്രദ്ധ സംഭവിച്ചതാണ്. ഹസൻ മുസ്ലിയാർ ഖുതുബയുടെ ഫർള് മുഴുവനും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഖുതുബ കഴിഞ്ഞു, ജുമുഅ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഹസൻ മുസ്ലിയാർ സ്വകാര്യം വിളിച്ചിട്ട് കണ്ണിയത്ത് പറയുകയാണ്, ഹസൻ മുസ്ലിയാരെ, എന്റെ ഓർമ്മക്കുറവ് കൊണ്ട്, എന്റെ അശ്രദ്ധ കൊണ്ട് ജനങ്ങളെ ഇടയിൽ വെച്ച് ഖുതുബയിൽ നിന്നാൽ ഇന്ന ഫർള് നിങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ? നാളെ ആഖിറത്തിലേക്ക് വെക്കാതെ ഈ കണ്ണിയത്ത് അഹമ്മദിനെ ഇപ്പോൾ തന്നെ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണേ. ഹസൻ മുസ്ലിയാർ ഇപ്പോഴും പറയാറുണ്ട്, കണ്ണിയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി, ഞാൻ അങ്ങ് കരഞ്ഞുപോയി. അല്ല ഉസ്താദേ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ടാവുമോ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നേ? പറ്റൂല ഹസൻ മുസ്ലിയാരെ, ഈ സാധുവായ കണ്ണിയത്തിന് ആഖിറത്തിലേക്ക് വെക്കാതെ ഇവിടെ വെച്ച് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയണേ.
മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ സമസ്തയുടെ പിറകിൽ നിൽക്കാൻ പറ്റുമോ? നാം ഈ സമസ്തയുടെ പിൻഗാമികളായി നിൽക്കാൻ പറ്റുമോ? നമ്മുടെ മുൻഗാമികൾ എത്ര വലിയ മഹാന്മാരാണെങ്കിൽ നാം എങ്ങനെയായി പിറകിൽ നിൽക്കുക? ഒരക്കയും പാന്തവും കൂട്ടി യോജിപ്പിച്ച പോലെയാകില്ലേ? ഈ മഹാന്മാരെ പോലെയാകാൻ ശ്രമിച്ചാലാണ് ഇവരെ പൊരുത്തം നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇവരെ പോലെയാകാനുള്ള പരിശ്രമം പോലെ കഠിനാധ്വാനം വേണം, ത്യാഗപൂർണമായ അധ്വാനം വേണം, ഹൃദയം ശുദ്ധമാകണം. അതല്ലേ പറഞ്ഞ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. പെണ്ണേ, നിന്റെ മുടി അഴകിലേക്ക് അല്ലാഹു തആല നോക്കില്ല, നിന്റെ പുരികങ്ങളുടെ കറുപ്പിലേക്ക് അല്ലാഹു തആല നോക്കില്ല, നീ വരച്ച ഹൈബ്രോ വരയിലേക്ക് അല്ലാഹു നോക്കില്ല, നീ നിന്റെ മുഖത്ത് തേച്ച കോസ്മെറ്റിക്സ് ഐറ്റംസിലേക്ക് അല്ലാഹു നോക്കില്ല. പെണ്ണേ, നീ ഇട്ട പർദ്ദയിലേക്ക് അല്ലാഹു നോക്കില്ല. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഹെയർ സ്റ്റൈലിലേക്ക്, നിങ്ങളുടെ ഡ്രസ് കോഡിലേക്ക്, എന്റെ നല്ലവരായ മോമിനിങ്ങളെ, നമ്മുടെ ശരീരപ്പുറത്തേക്ക് അല്ലാഹു തആല നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം പതിയുക. ഹൃദയത്തിൽ താഴ്മ കയറണം, ഹൃദയത്തിൽ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം, ഹൃദയത്തിലുള്ള അഹങ്കാരവും പൊങ്ങച്ചവും തരക്കനവും പൂർണ്ണമായിട്ട് അങ്ങൊടിഞ്ഞു കിട്ടണം. ഞാൻ വെറും ഒരു അല്ലാഹുവിന്റെ അടിമയാണെന്ന ബോധം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. പടച്ചവന്റെ പരമകാരുണികന്റെ അടിയാറുകളാരാണ്? യംശൂന അലൽ അർളി ഹൗനാ. ഭൂമിയിൽ അവർ താഴ്മയോടെ ജീവിക്കുന്നവരാണ്, ഭൂമിയിൽ അവർ വിനയപൂർവം ജീവിക്കുന്നവരാണ്. ഈ ആയത്തോതുമ്പോഴൊക്കെ ഓർമ്മയിൽ വരും, നീലം മുക്കിയ തുണിയും നീലം മുക്കിയ കുപ്പായവും ഇട്ട് മനോഹരമല്ലാത്തൊരു തലപ്പാവ് തലയിൽ കെട്ടി സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കി നടന്ന കണ്ണിയത്തുസ്താദി ആയത്തോതുമ്പോഴൊക്കെ എന്റെ കൽബിൽ ഇങ്ങനെ വരാറുണ്ട്. അതേപോലെ അംഗചമയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാതെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കി കുടകുത്തി നടന്ന മഹാനായ കാളമ്പാടി ഉസ്താദ്. എത്ര വർണ്ണിച്ചാലാ അവരുടെ ഈമാനിനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലാ മതിയാവുക, അവരുടെ ആദർശത്തെ കുറിച്ച് എത്ര വർണ്ണിച്ചാലാ മതിയാവുക. എന്റെ ഒരു സുഹൃത്തുണ്ട്, ശിഹാബുദ്ദീൻ ഫൈസി, ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. പട്ടിക്കാട് ജാമിയന്നൂരിയിൽ നിന്ന് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ ഉമ്മയും പാപ്പയും പറഞ്ഞു, മോനെ, നിന്റെ കോളേജിലുള്ള സദർ മുദരിസ് കാളമ്പാടി ഉസ്താദിന് നിന്റെ ശമ്പളത്തിൽ നിന്ന് ആദ്യത്തെ ശമ്പളത്തിന്റെ ഒരു വിഹിതം കൊണ്ടുപോയി നീ നൽകണേ. അതൊരു പൊരുത്തമാണ്, അതൊരു ചാരിതാർത്ഥ്യത്തിന്റെ സമ്മാനമാണ്. നീ ആദ്യം കിട്ടിയ ശമ്പളത്തിന്റെ ഒരു വിഹിതം നിന്റെ ഉസ്താദിന് നൽകണേ. ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഉമ്മാക്ക് നൽകി, ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ബാപ്പാക്ക് നൽകി, പിന്നീട് ആദ്യത്തെ ശമ്പളത്തിന്റെ വിഹിതവുമായിട്ട് ചെന്നോ ജാമിയന്നൂരിയിലോ അല്ലെങ്കിൽ മഹാനുഭാവന്റെ മലപ്പുറത്തിനടുത്ത കാളമ്പാടിയുടെ വീട്ടിലോ എവിടെയാ ചെന്നതെന്ന് എനിക്കറിയില്ല. അതിൽ നിന്നൊരു 1000 രൂപ എടുത്ത്, 1000മോ 2000മോ എനിക്ക് ഓർമ്മയില്ല, എടുത്ത് കാളമ്പാടി ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുമ്പോ, അല്ല മുസ്ലിയാരെ, എവിടെ നിന്നാണ് ഈ പണം? ആദ്യത്തെ ശമ്പളമാണ് ഉസ്താദേ. സന്തോഷത്തോടു കൂടെ കൊടുക്കാൻ പോകുമ്പോ, മുസ്ലിയാരെ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ജാമിയന്നൂരിയ കോളേജിന്റെ കമ്മിറ്റിയിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഈ സമ്മാനം, ഈ ഹദിയ, ഈ സ്വതക്ക എനിക്ക് വേണ്ട. പണത്തിന്റെ മുന്നിൽ കണ്ണു തള്ളിയില്ല, പണത്തിന്റെ മുന്നിൽ മനസ്സ് മഞ്ഞളിച്ചില്ല, പണത്തിന്റെ മുന്നിൽ മനസ്സുടക്കിയില്ല. ഇതിന്റെ പേരല്ലേ ഈമാൻ, ഇതിന്റെ പേരല്ലേ ഈമാൻ. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന. എല്ലാ സമുദായത്തിലും ഫിത്നയുണ്ടായിട്ടുണ്ട്. ഫിത്നത്തു ഉമ്മത്തി അൽ മാൽ. എന്റെ സമുദായത്തിന്റെ ഫിത്ന സമ്പത്താണ്. ഇല്ല, നമ്മുടെ നേതാക്കന്മാരെ
പണം വെച്ച് അളക്കാൻ കഴിയില്ല, പണം വെച്ച് വശീകരിക്കാൻ കഴിയില്ല, സ്ഥാനമാനങ്ങൾ വെച്ച് വശീകരിക്കാൻ കഴിയില്ല. ഹൃദയം നിറയെ താഴ്മയാണ്. ഒരിക്കൽ കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പാന്റെ മക്കാമുറൂസ് രാത്രിയിൽ 1 മണിയായിരിക്കുന്നു. മഹാനുഭാവന്റെ പ്രസംഗം കഴിഞ്ഞു, സ്റ്റേജിൽ നിന്നിറങ്ങാൻ പോവുകയാണ്. എന്റെ പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ട്. നട്ടപ്പാതിരാ നേരമാണ്. ധാരാളം ആലിമീങ്ങളുണ്ട്. നിറഞ്ഞു കവിഞ്ഞ ആയിരക്കണക്കിന് ആളുള്ള മജ്‌ലിസാ. ഇറങ്ങി അങ്ങ് പോയാ മതി. പക്ഷെ നടന്നു വന്നു ഞാൻ പ്രസംഗിക്കുന്ന അടുത്തേക്ക്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാളമ്പാടി പിറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുസ്ലിയാരെ ഞാൻ പോവുകയാണ്. ആലോചിച്ച് നോക്കുക, കാളമ്പാടി ഉസ്താദും ഞാനും എന്ന് പറയുമ്പോ അല്ലേ എത്രമാത്രം വ്യത്യാസമുണ്ട്, അജഗജാന്തരമില്ലേ. എന്നിട്ടും അടുത്തു വന്ന് യാത്ര ചോദിച്ച് ദുആ വസിയത്ത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന നിഷ്കാമകർമ്മിയായ സാത്വിക വിശുദ്ധിയുടെ പ്രതിരൂപമായ ആധ്യാത്മജ്ഞാനത്തിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ മഹാനായ അഗ്രേസരനായ ആലിമിനെ എത്ര വർണ്ണിച്ചാലാ മതിയാവുക. അവരെ മുന്നിലും പിറകിലും ഇടത്തും വലത്തും മേലെയും താഴെയും അള്ളാഹുവിന്റെ സാന്നിധ്യമല്ലാതെ അവര് വേറെയൊന്നും ആഗ്രഹിച്ചില്ല. നമ്മൾ അങ്ങനെയാകണം. ഈ വേദമൊക്കെ അങ്ങനെ ഒച്ചോട്ട് പറയുന്നേ ഇങ്ങനെയൊക്കെ ഈ മജ്‌ലിസിനൂർ വരാൻ പോവാണ്. 313 ബദരീങ്ങളെ ഓർമ്മിക്കുന്ന എന്തിനാ ഈ എല്ലാടെ വേറെന്തെല്ലാം മൗലൂദ് മങ്കൂസ് മൗലൂദുണ്ട്, അതേപോലെ തന്നെ അല്ലേ ഒരുപാട് ഹദ്ദാദ് റാത്തീബുണ്ട്. എന്തിനാ ഈ മജ്‌ലിസിനൂർ തങ്ങൾ 313 പേരുടെ പേരിങ്ങനെ പറയുമ്പോ വല്ലാത്തൊരു അല്ലെ ഒരു പോസിറ്റീവ് എനർജി, വല്ലാത്തൊരു ശാരീരികമായ ഊർജം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു നസ്ലുല്ലി ഔഫിൻ നാമിറു വാ തുൽഹതു ഇബ്നു ഉബൈദില്ലാ ലാ ഇലാഹ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നേതാക്കന്മാരങ്ങനെ അല്ലെ ഈ പൈത്ത് ഇങ്ങനെ അബൂബക്കറിൻ ഉമറു പേരിങ്ങനെ ചൊല്ലുമ്പോ ഓരോ ആളെ പേരും അല്ലെ ചൊല്ലുമ്പോ അവരിങ്ങനെ നടന്നു വരുന്നോ എന്നൊരു തോന്നല്. സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങള് ഇതിന്റെ ഇജാസത്ത് കൊടുക്കുന്ന എന്റെ ഒരു സുഹൃത്തിനോട് കൊടുക്കും പറഞ്ഞു പോലും ഓരോ പേരും ഇങ്ങനെ ഊതിട്ടതാ. അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു നസ്ലുല്ലി ഔഫിൻ ആമിറു വ തുൽഹതു ഇബ്നു ഉബൈദിൽ. ഓരോ പേരും ഇങ്ങനെ തടക്. ആ നൂറിങ്ങനെ ഉള്ളിൽ കയറട്ടെ. ആ നൂറിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചില മനുഷ്യന്മാരുടെ വിചാരം കാഫുമാല കണ്ട പൂങ്കാറ്റെ കണിക്കനി കൊണ്ട് വന്നാട്ടെ ഇതുപോലത്തെ ഒരു പാട്ടായി തന്നാ. വേറെ ചില മനുഷ്യന്മാർ പറയാണത് പാണക്കാട്ടെ തങ്ങളുടെ പാട്ടാണ്. തങ്ങൾ മഹാനായ തങ്ങളവറുകള് മഹാനായ പൂക്കോയ തങ്ങളവറുകള് തന്റെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ച ആ പരിശുദ്ധമായ തവസ്സുൽ ബൈത്ത് കേരളത്തിലൂടെ നീളം പ്രശ്നങ്ങളായപ്പോ തങ്ങളവറുകൾ ജനങ്ങളോട് ചൊല്ലാൻ പറഞ്ഞു. ഈ ബൈത്ത് നീ ബദരീയത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ കിട്ടുന്ന ഗുണമെന്നറിയോ? ബദരീയങ്ങളെ പോലെയാകാനുള്ളൊരു പ്രേരണ, കിബറില്ലാത്ത അസൂയല്ലാത്ത അല്ലെ. ഈ 313 പേര് ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് ഓരോ മഹാന്മാരെയും നമ്മളിങ്ങനെ അറിയുമ്പോ അവരെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും പോലെ തോന്നും. 313 ആൾക്കാർ പേരിങ്ങനെ പറയുമ്പോ അവരെ പോലെയാകണമെന്ന ആഗ്രഹം. അവരാരായിരുന്നു വല്ലദീന അല്ല ആമനു അല്ല അവരാരായിരുന്നു? അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും. പരസ്പരം വല്ലാത്ത കാരുണ്യത്തില് അല്ലെ. അതിലെല്ലാം പെട്ടില്ലേ? കിബറില്ല, പകയില്ല, വിദ്വേഷമില്ല, തലക്കനല്ല, പരസ്പരം വല്ലാത്ത ഹൃദയപൂർവം രഞ്ജിപ്പിലും ഐക്യത്തിലും മമതയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരു തടിയായി ജീവിച്ച മഹാന്മാര്. അങ്ങനെയാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ഈ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓരോ സ്ഥലത്തും ജില്ലയിലും താലൂക്ക് തലത്തിലൊക്കെ ശരീഅത്തിന് വേണ്ടിയുള്ള അല്ലെ നമ്മുടെ സംഗമങ്ങൾ, സമ്മേളനങ്ങൾ, അതിൽ സ്റ്റേജിലിരിക്കുന്നത് എല്ലാ വിഭാഗങ്ങളുമാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പരസ്പരം മിണ്ടാത്തവരൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ദുആ ചെയ്യുന്ന ഉസ്താദിന്റെ ദുആക്ക് ഇപ്പം കണ്ണൂർ ചേംബർ ഹാളില് നമ്മുടെ സമസ്തയുടെ ഉസ്താദന്മാരുടെ കൂടെ വന്നിരുന്ന കുറെ സലഫി തുടങ്ങിയിരുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും സ്വാഗതം പറഞ്ഞത് പി കുഞ്ഞു മുഹമ്മദ് നമ്മുടെ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തിന് തന്നെ പേര് പറഞ്ഞെടുത്തിരുന്നില്ല, സംഘടനയുടെ പേര്. അത്രയേറെ സംഘാടകര്. ബഹുമാനിയായ നമ്മുടെ പി ഉമർ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ മാണിൽ ഉസ്താദ് കൂടെ ഉണ്ട്. പി ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ
മതല തവസ്സുലുല്ല ഇസ്തിഗാസല്ലാത്തൊരു ദുആ എല്ലാവരും ആമീൻ പറഞ്ഞോട്ടെന്ന് കരുതിയിട്ട് ആ ദുആയിൽ പോലും സ്റ്റേജിലിരുന്ന പലരും ആമീൻ പറഞ്ഞില്ല. മാനസികമായിട്ടൊരു ഐക്യമില്ലാത്ത നമ്മളെ മുസ്ലിമീങ്ങളായിട്ട് പോലും പരിഗണിക്കാത്ത വിഭാഗങ്ങള്, പിന്നെ ശരീരത്തിന് വേണ്ടിയുള്ള അല്ലെ വാളവങ്ങൾ ശത്രുക്കളിൽ നിന്നുണ്ടാകുമ്പോ നമ്മുടെ മഹാരഥന്മാരായ മുൻഗാമികൾ പറഞ്ഞു തന്ന പോലെ നമ്മള് അഹ്ലുൽ ഖിബ്ല, ഖിബ്ലയുടെ കൂടെ നിൽക്കുന്ന, ഖിബ്ലയുടെ ഭാഗത്ത് തിരിയുന്ന എല്ലാവരും തൽക്കാലത്തേക്കൊന്നൊന്നാവുക. നമ്മുടെ വിഷയങ്ങൾ ഇവിടെ കിടക്കുകയാണ്. നമ്മൾ ദീനിന്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു. നമുക്ക് അള്ളാഹുവോട് ബന്ധം കുറവാണ്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധം കുറവാണ്, നമുക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളോട് ബന്ധം കുറവാ. മനസ്സിപ്പോഴും പടച്ചറപ്പിന്റെ നിയമങ്ങളെ അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിൽ, അതാ ഞാൻ പറഞ്ഞ കിബറില്ലാത്ത, തലക്കനമില്ലാത്ത, പൊങ്ങച്ചമില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഇന്നും നമ്മൾ ചെന്നു ചേർന്നില്ല. ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മനസ്സ് കറുത്ത് കറുത്ത് വരുന്ന ഈ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ശാന്തമായി നാം നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ആലോചിക്കുക. അവരെങ്ങനെയായിരുന്നോ അവരെ പോലെയാകാനുള്ള പരിശ്രമങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പ്രഭാതങ്ങൾ വരും. നമ്മുടെ പിറകിലേക്ക് തന്നെ ഇവിടെയുള്ള എല്ലാ ശത്രുക്കളും വരും. നമുക്കറിയാലോ, നമ്മെ നോക്കി ഇവിടെയുള്ള ശത്രുക്കൾ വിളിച്ചിരുന്നത് മാപ്പിള എന്നാണ്. അതിന്റെ അർത്ഥം മഹാപിള്ളകൾ, ഏറ്റവും ഉന്നതന്മാരെന്നായിരുന്നു നമ്മെ കഴിഞ്ഞ 1400 കൊല്ലം ഇവിടെയുള്ള ആ മുസ്ലിമീങ്ങൾ അഭിസംബോധന ചെയ്തത്. കാരണം എന്താണ്? നമ്മളാരും കളവ് പറയാറില്ല. മുസ്ലിമീങ്ങളായ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് കളവ് പറയാൻ കഴിയില്ല. മായൽഫിളു മിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും കൂടെയുണ്ടെന്ന ബോധമുള്ളവൻ എങ്ങനെയാ കളവ് പറയുക? ഒരു കാലം വരെ ഹിന്ദുക്കളോട് കളവ് പറയാത്ത, ഹിന്ദുക്കളെ ചതിക്കാത്ത, ഹിന്ദുക്കളെ ചൂഷണം ചെയ്യാത്ത, ഹിന്ദുക്കളോ വേണ്ട ഒരിക്കലും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്ത പ്രകൃതക്കാരായിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മാറിയപ്പോ മുസ്ലിമീങ്ങളെ നോക്കി വിളിച്ചു ഇവിടുത്തെ ഹിന്ദുക്കൾ മഹാപിള്ള. നമുക്കവർ സൗജന്യമായി പള്ളി എടുത്തു തന്നോ, നമുക്കവർ സൗജന്യമായിട്ട് പഴയ കാലത്ത് ഓത്തുപള്ളികൾ കെട്ടിത്തന്നോ, നമുക്ക് വേണ്ടി സൗജന്യമായി ഭൂമി വിട്ടു തന്നോ. കണ്ണൂർ ജില്ലയിലെ പൗരാണിക പരിസരങ്ങളായ പൗരാണിക മഹല്ലുകളായ എല്ലാ മഹല്ലിലുമുള്ള 100, 200, 500 ഏക്കർ സ്ഥലം പള്ളികൾക്കും വഖഫായിട്ട് വിട്ടുകൊടുത്തതാരാ? ഇവിടുത്തെ പഴയ കാലത്ത് ജമ്മിമാരായ ഹിന്ദുക്കളല്ലേ? കാരണം എന്താണ്? ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങളായിരുന്നു അന്നത്തെ മുസ്ലിമീങ്ങൾ. നല്ല മനസ്സുള്ള, ശാന്തമായ മനസ്സുള്ള, അല്ലെ, എല്ലാവരോടും എങ്ങനെ പെരുമാറണമെന്നറിയുന്ന മുസ്ലിമീങ്ങളുള്ള കാലത്ത് അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ശരീഅത്തിനെതിരെ വെല്ലുവിളി ഉണ്ടായില്ല. മാത്രല്ല, നാട്ടു രാജാക്കന്മാരാ ഭരിക്കുന്നേ. ഇന്ന് ജനാധിപത്യ ഭരണാണ്, അന്ന് ഏകാധിപത്യ ഭരണാണ്, അല്ലെ? ഓരോ നാട്ടിലെയും ഭരണാധികാരികൾ, കേരളത്തിൽ അറക്കൽ രാജവംശം ഒഴിച്ചാൽ എല്ലാ രാജവംശങ്ങളും ഹിന്ദുക്കളുടെ രാജവംശങ്ങളാണ്. എന്നിട്ട് പോലും മുസ്ലിമീങ്ങൾക്ക് എവിടെയും ഒരൊറ്റ പള്ളിയും എറിഞ്ഞു തകർക്കപ്പെട്ടില്ല, ഒരു ആലിമിനെയും കൊലപ്പെടുത്തിയില്ല. സാമൂതിരി രാജാവ്, കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരി രാജാവ് കോഴിക്കോട്ടെ തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ആലിമീങ്ങൾക്ക് ശമ്പളം കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല, മുതഅല്ലിമീങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്തിരുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശമ്പളം കൊടുത്തിരുന്നു. സുബ്ഹാനല്ലാഹ്, കുഞ്ഞായിൻ മുസ്ലിയാർ എന്ന മഹാനെ കേട്ടിട്ടില്ലേ? ഒരു രസിക ശിരോമണി മാത്രമല്ല, തലശ്ശേരിക്കാരനാണ് മഹാൻ, വലിയ ആലിമാണ്, വലിയ ആബിദാ. ആ കുഞ്ഞായി മുസ്ലിയാർ സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അത്ര വലിയ ബന്ധം കിട്ടാൻ കാരണം എന്താ? നമ്മൾ നല്ല മുസ്ലിമീങ്ങളായി. ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ സ്വന്തം പുരയിൽ പോലും നമുക്കൊരു അംഗീകാരം ഓളെ മക്കളുടെ ഇടയിൽ കിട്ടണമെങ്കിൽ, എൻ്റെ ആണുങ്ങളോട്, എൻ്റെ സ്ത്രീകളെ, സ്വന്തം പുരയിൽ മക്കളുടെ അംഗീകാരം ഒരു ഉമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നിർവഹിക്കേണ്ടത് നമ്മുടെ ദീനീ ദൗത്യം പൂർത്തിയാക്കലാണ്. നമ്മൾ 100% ദീനീയായ നിലയിൽ അല്ലാഹു തആല പൊരുത്തപ്പെടുന്നൊരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുത്ത ഉറപ്പാ എല്ലാവരുടെ അംഗീകാരവും പൊരുത്തവും സ്വീകാര്യതയും നമ്മുടെ കൂടെ വരും. മാത്രല്ല, അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഫല നുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബതൻ, വല്ലാത്തൊരു റാഹത്തുള്ള ജീവിതം. ഇത് അള്ളാഹിനെയും റസൂലിനെയും ദീനിനെയും മാറ്റി വെക്കുക. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും, അല്ലേ,
നമ്മുടെ ഇടയിൽ എത്ര 40-50 വയസ്സുള്ള ആളുണ്ട് റവാത്തിബ് സുന്നത്ത് നമസ്കാരം ഇപ്പോഴും നിസ്കരിക്കാത്ത ആള് അല്ലേ? 40 വയസ്സ് കഴിയാന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഒരു 3-ാം ഘട്ടല്ലേ? 20, 40, 60 പിന്നെ അഡ്രസ് ഇല്ലല്ലോ, പോയില്ലേ? അഴ്മാറു ഉമ്മത്തി മാബൈന സിത്തീന വസബഈൻ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് നമ്മുടെ വയസ്സ്. ഇത് ഏകദേശം ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ജീവിതത്തിന്റെ 2 ഘട്ടം കഴിഞ്ഞില്ലേ? എന്നിട്ട് പോലും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്ത, 40 വയസ്സ് കഴിഞ്ഞിട്ടും സുബ്ഹിക്ക് പള്ളിയിൽ പോകാത്ത, ഇപ്പോഴും കല്യാണ പുരയിലൊക്കെ പോയി തിരക്കുകൾക്കിടയിൽപ്പെട്ടാൽ, മരണ വീട്ടിൽ പോയി തിരക്കുകൾക്കിടയിൽപ്പെട്ടാൽ പല ഫർദ് നിസ്കാരങ്ങളും ഖളാക്കാറുള്ള അല്ലേ? 40, 30, 20 എന്നുള്ള കണക്കല്ല. ഏത് പ്രായത്തിലും അള്ളാനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? എപ്പോഴാ നമുക്കൊരു മാനസികമായ മാറ്റം വരിക? ഞാൻ പറഞ്ഞോട്ടെ, ഇൻഷാ അല്ലാഹ് ഈ വാദ കേൾക്കുന്ന എല്ലാവരോടും ഒരപേക്ഷ, ഭൗതികമായ ദുനിയവിയായ എല്ലാ ചിന്തകളും എല്ലാ ബന്ധങ്ങളും പരമാവധി അങ്ങ് കുറച്ച് ആകാം എല്ലാ ബന്ധങ്ങളും അള്ളാഹ്ക്ക് വേണ്ടിയാക്കി മാറ്റിയാൽ, നമ്മുടെ ചിന്തയും ബുദ്ധിയും ബന്ധങ്ങളുമെല്ലാം പടച്ച റബ്ബിന് വേണ്ടിയാക്കി അങ്ങ് മാറ്റിയാൽ ഇൻഷാ അല്ലാഹ് വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അള്ളാഹുവിന് നിർബന്ധമായി നമ്മളെ സഹായിക്കുക, രോഗം വരാതെ സംരക്ഷിക്കാൻ, ആരോഗ്യം നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കാൻ, കയ്യിൽ ആവശ്യത്തിന് ഹലാലായ പണം എപ്പോഴും തരാൻ, മരണനേരം വരെ നിന്റെ ആഭിജാത്യവും അഭിമാനവും നിന്റെ കുലീനതയും നിന്റെ പ്രതാപവും സംരക്ഷിക്കാൻ, നിനക്ക് ഈമാനോടെയുള്ളൊരു മരണം കിട്ടാൻ, ഖബറിൽ മനോഹരമായ മണിയറയായി നിന്റെ ജീവിതം മാറാൻ, പരലോകം പാസുരമാകാൻ, ഇഹപര വിജയം സാധ്യമാകാൻ ഇൻഷാ അല്ലാഹ് നാം മടങ്ങേണ്ടത് ഈമാനിലേക്കാണ്. നിങ്ങളറിയോ, അനക്കര കോയക്കുട്ടി ഉസ്താദ് ഒരിക്കൽ അദ്ദേഹം ഒരു ബോട്ട് യാത്ര ചെയ്തു. നല്ല കോരിച്ചൊരിയുന്ന മഴയുള്ള സമയം. ആ ബോട്ട് യാത്രയിൽ കടലും പുഴയും എന്താ പറയാ അതിന്, പുഴ പോയിട്ട് കടലിൽ ചേരുന്ന അഴിമുഖം, ആ അഴിമുഖത്തുകൂടെയാണ് ബോട്ട് യാത്ര. നല്ല തിരമാലകൾ ഇങ്ങനെ കടലിൽ നിന്ന് വരുന്നുണ്ട് പുഴയിലേക്ക്. ബോട്ടിലേക്ക് വെള്ളം കയറുമോ എന്നുള്ളൊരു പേടി. മഹാനുഭാവൻ അതും ഒരു സമസ്തയുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ആ ബോട്ട് യാത്രയിൽ വെച്ചിട്ട് ആളുകളൊക്കെ ഉസ്താദേ എന്തെങ്കിലും ആയിപ്പോവോ? അൽഹംദുലില്ലാഹ്, ഒരു ബേജാറാകണ്ട, നമ്മുടെ യാത്ര അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്കാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. എല്ലാരും പതറിയപ്പോഴും കാലം ബഹുമാനിരായ ആനക്കര കോയക്കുട്ടി ഉസ്താദ് പതറിയില്ല. ശൈഖുനാ സിഎം വലിയുള്ളാഹിയുടെ ഹജ്ജ് യാത്ര പോലെ ആ ഹജ്ജ് യാത്രയിൽ നല്ല വെള്ളം ഇങ്ങനെ തിരമാലയായി ആഞ്ഞടിച്ചു വീശുകയാണ്. കടൽ മാർഗം കപ്പലിലാണ് യാത്ര. കൂടെയുള്ളവരെല്ലാം പരിഭ്രാന്തരായപ്പോഴും ബഹുമാനിയായ മടവൂർ ശൈഖുനാ സിഎം വലിയുള്ളാഹി അടങ്ങി നിന്നോ, ഒരു ടെൻഷനുമില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരും പരിഭ്രാന്തരാണ്. ജീവനിൽ പേടിയില്ലാത്തവർ മനുഷ്യരിൽ ഉണ്ടാകൂലല്ലോ. മടവൂരിന്റെ മുഖത്തൊരു ചാഞ്ചല്യവുമില്ല, ഒരു ടെൻഷനുമില്ല. ആള് പോയിട്ട് അടുത്തെന്ന് പറഞ്ഞു, ഉസ്താദേ ഒന്നങ്ങ് അള്ളാഹിനോട് ദുആ ചെയ്യണേ. അല്പസമയം കഴിഞ്ഞില്ല, കടലങ്ങടങ്ങി, തിരയങ്ങടങ്ങി. അതേപോലെ കോയക്കുട്ടി ഉസ്താദിന്റെ ബോട്ട് യാത്ര നല്ല മലവെള്ളപ്പാച്ചിലാണ്. പുഴയിൽ കലങ്ങിയ വെള്ളമാണ്, കലങ്ങിയ വെള്ളമുള്ള പുഴ. വെള്ളം ചെന്നു ചേരുന്ന കടലാണെങ്കിൽ ആർത്തി പൂണ്ട് അലമാല ആഞ്ഞടിച്ചു വീശുകയാണ്. അതിന്റെ ഇടയിൽ വെള്ളം വന്ന് തന്റെ ബോട്ടിൽ കയറുമോ എന്ന ആശങ്ക. പെട്ടെന്ന് കടലങ്ങടങ്ങി. കോയക്കുട്ടി ഉസ്താദ് രക്ഷപ്പെടുകയാണ്. എപ്പോഴും ഓർമ്മ വേണം, നിന്റെ ഹൃദയം നിറയെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ചുള്ള ഇഷ്കും സ്നേഹവും ഒക്കെ ഹൃദയം നിറച്ച് ജീവിക്കുന്നവനാണോ, നിന്നെ രക്ഷപ്പെടുത്താൻ അള്ളയുണ്ടാകും. മുത്തുമൂർഖന്റെ കയ്യിൽ ഏൽപ്പിച്ച്, അല്ലെ നമ്മൾ പറയാറുള്ളൊരു പഴമൊഴിയാണ്, മുത്ത് സംരക്ഷിക്കുന്നത് മൂർഖനാണ്. മൂർഖനെ ഉപദ്രവിച്ചിട്ട് മുത്ത് എടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല. ഈമാനുള്ള മുഅ്മിനിന്റെ സംരക്ഷകൻ റബ്ബുൽ ഇസ്സത്താണ്. മുഅ്മിനെ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല, നിന്നെ കീഴടക്കാൻ കഴിയില്ല.
നിന്നെ ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2016 നിന്നുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞകാല നേതാക്കളെ കുറിച്ചുള്ള നിരന്തരമായ അന്വേഷണങ്ങൾ, അവരെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇടയ്ക്കിടെ ചെന്ന് വാഴക്കാട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ ഖബറും കോഴിക്കോട്ടെ ശംസുൽ ഉലമയുടെ ഖബറും സിയാറത്ത് ചെയ്യുക. കഴിയുമോ കഴിഞ്ഞ കാലങ്ങളിൽ വഫാത്തായി പോയ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഖബറ്, പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ഖബറ്, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി നവ്വറല്ലാഹു മർക്കദഹു എന്ന മഹാനുഭാവന്റെ ഖബറ്, നാടിന്റെ നാനാഭാഗങ്ങളിലെ നാടിന്റെ നാനാഭാഗങ്ങളിലെ മഹാന്മാരെ ഖബറ് ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായിട്ട് ഇടയ്ക്കിടെ ചെന്ന് സിയാറത്ത് ചെയ്യുക. അങ്ങനെ നമ്മുടെ നേതാക്കന്മാരും നമ്മളും തമ്മിലുള്ള, അല്ലെങ്കിൽ മഹാനായ സയ്യിദ് വരക്കൽ അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങൾ മുതൽ ആനക്കര കോയക്കുട്ടി ഉസ്താദ് വരെയുള്ള മഹാന്മാരെ ഖബർ ഹദറത്തിലേക്ക് എപ്പോഴും ഫാത്തിഹ ഓതി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, ഖജാ മുഈനുദ്ദീൻ ചിസ്തി തുടങ്ങിയ മഹാന്മാരെ പേരോർമ്മിച്ചിട്ട് എല്ലാ ദിവസവും അവരുടെ പേരിലൊക്കെ ഓരോ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുന്ന, ഇൻഷാ അല്ലാഹ് വീടുകളിൽ വെച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മജ്ലിസ് നൂർ ചൊല്ലുന്ന, എപ്പോഴും മുൻഗാമികളുമായിട്ടൊരു ബന്ധമുള്ള മാനസികാവസ്ഥ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഞാനിപ്പോൾ കുറേ ആയിട്ട് 1.5 മാസമായിട്ട് എപ്പോഴും ഇവിടെ വന്നാലും ഈ കിച്ചേരി ഇങ്ങനെ രോഗം എന്ന് പറയും. അങ്ങനെ പറയല്ല, ഏകദേശം 1.5 മാസമായിട്ട് കാഞ്ഞങ്ങാട് പോകില്ല, ഇങ്ങനെ പുരയെ തന്നെ ഇരിക്കാൻ. രാത്രിയിൽ ഒരു 10 മണിക്ക് കിടന്നാൽ ഒരു 11:30-12 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 12:30 ആകുമ്പോൾ ഉറക്കളിയും, പിന്നെ ഉറക്കില്ല. അത് സൂഫിയായിട്ട് ഉറങ്ങാതിരിക്കുകയല്ല, എന്തൊക്കെയോ പ്രയാസങ്ങൾ, രാത്രി ഉറക്കം കിട്ടുന്നില്ല. അതിന് പുറമെ എന്തൊക്കെയോ ചെറിയ ചെറിയ ശാരീരിക പ്രയാസങ്ങൾ. നിങ്ങളുടെ ദുആയിൽ നിർബന്ധമായും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം, മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വെറുതെ അലങ്കാരം പറയല്ല. കാലടിയിലെ സ്ത്രീകളും പുരുഷന്മാരും കുറേ കൊല്ലായിട്ട് കാണുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മറക്കാതെ ദുആയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി, ഇന്നത്തെ ഈ നിറച്ച ആൾക്കാരൊക്കെ കറുത്ത താടിയുള്ളപ്പോഴും കറുത്ത താടി വെച്ചവരൊക്കെ താടി ഇല്ലാത്തപ്പോഴും ഞാനിവിടെ വരാറുണ്ട്. അതുകൊണ്ട് മറക്കാതെ നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഈ മുബാറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരട്ടെ. ആമീൻ പറ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. നമ്മുടെ രോഗങ്ങളെയെല്ലാം അല്ലാഹു ഈ പരിശുദ്ധ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കി തരട്ടെ. ആമീൻ പറ. മാരകമായ രോഗങ്ങൾ അല്ലാഹു മരണനേരം വരെ നമുക്കാർക്കും തരാതിരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ മജ്ലിസിന്റെ ബറക്കത്തിനെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.